എന്തുവാ സുവിശേഷം? നേരെ നിൽക്കുന്നതെല്ലാം പൊത്തൊന്ന് താഴെ വീഴുന്നതുമല്ല. എന്തുവായി സുവിശേഷം? ഏണിന് കൈയുടെ തോക്കാനിക്കുന്നതല്ല. അങ്ങനെയൊക്കെയാ ഇപ്പം സുവിശേഷ യോഗം നടക്കുന്നത്. എന്തുവായി സുവിശേഷം? യോഗത്തിന് മരിക്കുന്ന പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ പേര് വിളിച്ച് പറയുന്നതല്ല. പേര് പറയുകയല്ലെന്നൊന്നും ഞാൻ എതിർക്കുന്നില്ല. ഇതൊന്നുമല്ല സുവിശേഷം. ഈ വാദ്യോപകരണങ്ങൾ വെച്ച് ബഹളം ഉണ്ടാക്കുന്നത് അല്ല സുവിശേഷം. മതം മാറ്റുന്നതുമല്ല, തത്വസംഹിതകൾ നിരത്തുന്നതല്ല, പ്രത്യേക ശാസ്ത്രങ്ങളെ പറ്റി വിവരിക്കുന്നതുമല്ല. പിന്നെ എന്തുവാ സുവിശേഷം? നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം, പലർക്കും അറിയാം. അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് പറയാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. കേട്ടല്ലോ, കേൾപ്പിച്ചല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാ ഞങ്ങളുടെ സുവിശേഷം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷം കൊടി ഘോഷത്തോടുയർത്തിയിടണം. ഭേദം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പോൾ സുവിശേഷം അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷം കൊണ്ട് മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. ഒരു വിഭാഗത്തിന്റെ സംഘടനയുടെ ഒരു സമൂഹത്തിന്റെ രക്ഷകനല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും രക്ഷകനാണ്. ആ രക്ഷകനാകുന്ന യേശുവിനെ അറിഞ്ഞതും ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും സേവിക്കുന്നതുമാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ഇന്ന് വരെ ആ ഭാഗ്യം ലഭിക്കാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ദൂരെ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ഒരവസരം തരിക. എന്തുവാ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ. അപ്പോൾ സുവിശേഷം ഞാൻ അധികം വിവരിക്കുന്നില്ല. ചുമതലപ്പെട്ടവര് സമയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരംഭത്തിൽ 9:15 ഇവിടുത്തെ ദൈവദാസൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 9-ന് നിർത്താം. അയ്യോ വേണ്ട, 9:15 ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു 9:30 വരെ പോകാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. സ്തോത്രം. അപ്പം എന്തായാലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇന്ന് രാത്രി നിർത്താം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 8:30 വരെ പോകുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും 9:30 വരെ പോകും. 9:30 വരെ പോകും. അത് വേണം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ 9:30 വരെ പോകും. നമ്മൾ 2 വാന്തലും യോഗം അങ്ങ് നടത്തും. അപ്പൊ ശ്രദ്ധിക്കുക. സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. ഞാൻ ഈ പെന്തിക്കോസ് വരുന്ന സമയത്ത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി മാർഗത്തിൽ വന്നത്. സാക്ഷ്യമെല്ലാം വിവരിക്കുന്നില്ല, പലർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്നത്, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകൾ ചെയ്തു. അന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു, പ്രവർത്തിച്ചു. എനിക്ക് വേണ്ടതുപോലെ ഒരു വിടുതലും ആശ്വാസവും ലഭിച്ചില്ല. എന്തിനേറെ പറയുന്ന ഒരു സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ വീടിന്റെ മുറ്റത്തൊരു യോഗം. അതുകൊണ്ട് എനിക്ക് മുറ്റത്തെ യോഗം വലിയ ഇഷ്ടമാണ്. സ്തോത്രം. ഇതുപോലൊരു യോഗം, ഇത്ര ആളൊന്നുമില്ല.
അപ്പൊ ഞാന് അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാ. നെറ്റിയിലും ശരീരത്തിലുമൊക്കെ കളഭക്കുറിയുണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്, ഇതുപോലൊരു 2 മുണ്ട് ഇട്ടിട്ടുണ്ട്, ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ട്. ഷർട്ട് ഇടാനൊക്കത്തില്ല, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇടാറില്ല ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലൊരു ഉത്തരീയമുണ്ട്. അപ്പോൾ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ വലിയ ബഹളവും തുള്ളലും ചാട്ടമൊക്കെ, ഒന്നും പിടികിട്ടുന്നില്ലെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പം ദൈവം എന്നെ സൗഖ്യമാക്കും. ഈ ചിന്തയോടുകൂടി ആദ്യം മരത്തിന് മറഞ്ഞിരുന്ന് ശ്രദ്ധിച്ചെങ്കിലും ഒരു പയ്യൻ വന്നവനോട് കാര്യം പറഞ്ഞ് അവൻ ചെന്ന് ദൈവദാസന്മാരോട് പറഞ്ഞു, എന്നെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചു. ആമേൻ, സ്തോത്രം. ഞാൻ മുൻപോട്ട് അറച്ചും മടിച്ചുമൊക്കെയാ ചെന്നെങ്കിലും മുൻപോട്ട് ചെന്ന് പ്രാർത്ഥനയ്ക്കായി തലവണക്കി. അവിടെയുള്ള ദൈവമക്കളും വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവഭൃത്യന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ വിടുവിച്ചു. വേറെയും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സന്ദർഭം ഇപ്പോൾ അതിന് വിനിയോഗിക്കുന്നില്ല. ഒരു രാത്രിയിൽ 11:45 യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, ഓ കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസുതനയണച്ചുകൊള്ളുവാൻ കരളഞ്ഞുവോ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിന്നീവനേ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിന്നീവനേ. അന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ഈ മാർഗത്തിൽ വന്നതാ. ഞാൻ എപ്പോഴും പറയും, അങ്ങനെ ഈ മാർഗത്തിൽ വന്നപ്പോൾ ആദ്യമൊക്കെ ധരിച്ചത് 4 സുവിശേഷം ഉണ്ടെന്നാ. കാരണം അങ്ങനെയാണല്ലോ പുതിയ നിയമത്തിലെ പുസ്തകം. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നൊന്നും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ അന്ന് ഒന്നും അറിയാൻ മേലാത്തത് കൊണ്ട് ചിന്തിച്ചത് 4 സുവിശേഷം ഉണ്ടെന്ന. എന്നാൽ സഭയിൽ ചെന്ന് ഇതുപോലെ ബഹുമാന്യരായ കർത്തദാസന്മാർ വചനം പഠിപ്പിച്ചു, അത് കേട്ടു, ശ്രദ്ധിച്ചു, വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയപ്പോൾ ബോധ്യപ്പെട്ടു, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. പിന്നെ 4 പേരും യേശുവിൻ്റെ വിശേഷതകൾ രേഖപ്പെടുത്തിയിരിക്കുക. ധാരാളം വിശേഷതകൾ നമ്മുടെ കർത്താവിനുണ്ട്. ദൈവത്തിന് ഒത്തിരി വിശേഷതയുണ്ട്, ധാരാളം. അതുകൊണ്ടാണല്ലോ ചൂനേങ്കാരിയോട് എന്ന് ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷതയല്ല. അവള് പറഞ്ഞു, വിശേഷത ഉണ്ടെങ്കിൽ അവനെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, ശലോമോൻ അവിടെ നിൽക്കുന്നു. അവന്റെ വിശേഷം ഒന്നും പറയാതിരിക്കുന്നതാ. പുള്ളി ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ പരുവക്കേടായി. അതുകൊണ്ട് പുള്ളിയുടെ വിശേഷതയൊന്നും ഇപ്പം മിണ്ടണ്ട, സ്തോത്രം. എന്നതിൽ എന്നെ വീണ്ടെടുത്തൊരു ഇടയച്ചെറുക്കനുണ്ട്, അവൻ വിശേഷതയുള്ളവനാ. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുള്ളവൻ. പിന്നെ 10,000 വായിച്ചോ, ഒന്ന് വായിച്ചേര്. 5:10 മുതലാ ഉത്തമഗീതം, 5:10 മുതൽ. അവിടുത്തെ പ്രാണപ്രിയന്റെ വിശേഷതയാ, അങ്ങ് പ്രത്യേക വർണ്ണനയാ. തലമുടി മുതൽ അങ്ങോട്ട് തുടങ്ങി. എന്റെ ഭാഷ പറഞ്ഞ തലമുടി മുതൽ നഖം വരെ 10 മുതൽ വായിച്ചു. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. പിന്നെ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. ശിരസ് തങ്കവാ എന്ന് പറഞ്ഞാൽ അത് അധികാരത്തെ കാണിക്കുന്നു, അത് ബുദ്ധികൂർമ്മതയെ കാണിക്കുന്നു, അവിടുത്തെ ജ്ഞാനത്തെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് ഒരു തലയുണ്ട്. ഒരു തല മതിയല്ലോ, ഒന്ന് മതി. അപ്പൊ ഒരു തലയുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ തലയ്ക്കകത്ത് ആളുതാമസമുണ്ട്. അല്ല, ചുമ്മാ പൊട്ടത്തലയല്ലെന്ന്. അവിടുത്തെ തല വിശേഷമായ തങ്കം. പിന്നെ അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു. അല്ല, തള്ളക്ക് ഇഷ്ടമല്ല ഒന്നും വായിക്കുന്നേ. ഏതാ? തൃശ്ശൂർ യോഗം ഉണ്ട്, അവിടെ വായിക്കുകയല്ല. ഇത് വായിച്ചു, വായിച്ചു.
അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പിന്നെ അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. പിന്നെ അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വരവും. അയ്യോ, അവിടുത്തെ കവിള് ആ ഗണ്ഡസ്ഥലം നല്ല സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവന്റെ അധരം അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. പിന്നെ അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലയോ അവിടുത്തെ മുഖത്തേട്ട് നോക്കിയാൽ കണ്ണ് പറിക്കാൻ തോന്നുകയില്ല. കാരണം അത്ര സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. അവിടുത്തെ വായിലോട്ട് നോക്കിയിരുന്നാൽ എഴുന്നേറ്റ് പോകില്ല. ലാവണ്യവാക്കാ ഇങ്ങോട്ട് വരുന്നത്. സ്തോത്രം. എൻ്റെ വിഷയമല്ല, അതല്ലാത്ത കൊണ്ട് അധികം വിവരിക്കുന്നില്ല. അപ്പൊ ചോദിച്ചു, ഇതാണോ നിന്റെ പ്രിയൻ? അയ്യോ, ഇവൻ എത്ര എൻ്റെ പ്രിയൻ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയൻ എന്തു വിശേഷതയുള്ളൂ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയൻ എന്തു വിശേഷതയുള്ളൂ. യേശു മുഖ്യനായുണ്ട്. ആയിരം പത്താളെ നോക്ക അതിൽ യേശു മുഖ്യനായുണ്ട്. അതേ പാടാൻ നേരമില്ല. കർത്താവിന്റെ മഹത്വം. അവൻ ഇവനത്രേ എന്റെ പ്രിയൻ. എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും ഉന്നതൻ, എല്ലാവരിലും മഹിമയുള്ളവൻ. അവിടുന്ന് യോനയേക്കാൾ വലിയവൻ, അവിടുന്ന് ശലോമോനേക്കാൾ വലിയവൻ, അവിടുന്ന് ദൈവാലയത്തെക്കാൾ വലിയവൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ വലിയവൻ, അവിടുന്ന് മോശയേക്കാൾ വലിയവൻ, അവിടുന്ന് ശലോമോനേക്കാൾ വലിയവൻ, അവിടുന്ന് മൽക്കിസദേക്കിനേക്കാൾ വലിയവൻ, അവിടുന്ന് എല്ലാവരിലേക്കും ശ്രേഷ്ഠമേറിയവൻ. അതാണ് സുവിശേഷം. യേശു അതെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. എന്നാൽ ഈ 4 സുവിശേഷകന്മാർ ക്രിസ്തുയേശുവിന്റെ വിശേഷതകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു രാജാവാണ്. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. യേശു ക്രിസ്തു ദാസരൂപം എടുത്തു വന്ന മഹത് വ്യക്തിയാണ്. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, യേശുക്രിസ്തുവിന്റെ ദാസ്യത്വം, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ഇതാണ് ആമേൻ സ്തോത്രം എല്ലാവരും തെളിയിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ ഈ ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അല്ലെങ്കിൽ മനുഷ്യ ജനമെടുത്ത് വന്ന് സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ തെളിയിച്ചിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. തന്നെയല്ല ലൂക്കോസ് ജ്ഞാനികളാകുന്ന പ്രിയപ്പെട്ടവരെ ഉന്നം വെച്ച ഇത് എഴുതിയിരിക്കുന്നത്. അവരെ ഉന്നം വെച്ചെങ്കിലും എല്ലാവർക്കും ബാധകമാണ്. യവനായരെ ഉദ്ദേശിച്ച യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളവും ചോദിക്കുന്നു. അപ്പോൾ ജ്ഞാനികൾ ആയ യവനരെയും കൂടെ ഉദ്ദേശിച്ച ലൂക്കോസ് എഴുതിക്കുന്നത്. അതുകൊണ്ട് ലൂക്കോസ് ചരിത്രങ്ങൾ നന്നായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കി ഗ്രഹിച്ച് വളരെ ഓർഡറിലാണ് ലൂക്കോസ് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അറിവുണ്ട്, ഡോക്ടറാണ്. അപ്പോൾ ആ നിലയിലാണ് എഴുതിയിരിക്കുന്നത്. അറിവുള്ള വാക്യം എന്തായാലും ബഹുമാന്യ കർത്തദാസൻ എന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെടുത്ത് നമുക്കെല്ലാം അറിയാം, എങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചു സഹായിക്കുന്നത് ഉചിതമായിരിക്കും. ശ്രീമാനായ തെയോഫിലോസേ,
ആദ്യം മുതൽ കണ്ട സാക്ഷികളും ശ്രീമാനായ തയോബിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായും പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചരിത്രം ചമയ്ക്കുവാൻ ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി കണ്ടോ, എഴുത്തിന്റെ രീതി കണ്ടോ. അപ്പൊ അത് ചരിത്രമാ. അത് ചരിത്രം നന്നായിട്ട് പഠിക്കും. നമ്മള് പല ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിയായ ചരിത്രം ഒന്നും അല്ല. ഇപ്പം സഭയ്ക്കൊക്കെ സുവനീർ അടക്കം ഇത് ശരിക്കും സത്യം പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച ശരിയായ ചരിത്രം. നിങ്ങള് എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ അതോ യോജിച്ചതാണോ? എന്തായാലും ആട്ടെ, യോജിച്ചതാ. എന്നാ കുഴപ്പമില്ല. പലരും എഴുതിയിരിക്കുന്നത് ശരിയായ ചരിത്രം അല്ല. പിന്നെ കിട്ടിയ കുറെ അറിവിന്റെ വെളിച്ചത്തിൽ എഴുതിയിരിക്കുക. ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഇനിയും പ്രശ്നമാകും. ഇപ്പൊ തന്നെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞത് വീണ്ടും പ്രശ്നമായിരിക്കുക. അല്ല, എനിക്കിതൊന്നും പ്രശ്നവുമല്ല. പണ്ട് TV തോമസ് സാറിന്റെ അമ്മ പറഞ്ഞ പോലെ പമ്പയാർ നീന്തി കയറി എന്നോടാന്നോ കൈത്തോടിന്റെ കാര്യം പറയുന്നേ. അപ്പൊ അത് വിഷയമല്ല. എന്നിരുന്നാലും ഈ ശരിയായ ചരിത്രമല്ല. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പഠിച്ചേ. ഇപ്പോൾ എല്ലാവരും ജീവചരിത്രം എഴുതുന്നുണ്ട്. ജീവചരിത്രം ഇനി പറയുന്ന ആത്മകഥയോ അനക്കല്ലേ? നിങ്ങൾ എന്തേലും ഒന്ന് പറ. ആയിക്കോട്ടെ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ശരിയായിട്ടാണോ എഴുതിയേക്കുന്നത്? അതിലെ നിങ്ങൾ എഴുതുമ്പോ ചെല്ലു പറഞ്ഞില്ലേ, എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, വിസ്താര ഭയത്താൽ ഇവിടം വിട്ടുകളയുന്നു. അതെന്തിനാ അവിടെ വിട്ടത്? അത് എഴുതിയാൽ ഇപ്പുള്ളി അതിനകത്ത് പ്രതിയാ. നിങ്ങൾ എന്തേലും ഒന്ന് പറ. വിസ്താര ഭയത്താൽ ഈ ഭാഗം വിട്ടുകളയുന്നു. അത് എഴുതിയാൽ ഈ പുള്ളി ഒന്നാം പ്രതിയാകാൻ സാധ്യത ഉണ്ട്. അല്ലെ പുള്ളിയുടെ വീട്ടുകാർ അതിന്റെ പ്രതിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായി എന്തോ വിസ്താരം ആരും വിസ്തരിക്കാനില്ല. പുള്ളിയെ വിസ്തരിച്ച പുള്ളിയായിരിക്കും ഒന്നാമത്തെ പ്രതി. അപ്പൊ ശരിയായ ചരിത്രമല്ല. എന്നാൽ ഇവിടെ ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടും ആ തിരുജനനത്തോടും അവിടുത്തെ ശുശ്രൂഷകളും ജീവിതത്തെ നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ച് അതിന്റെ ചരിത്രം ചമയ്ക്കുക. നമുക്ക് ലഭിച്ച ആ വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ ശ്രീമാനായ തയോബിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന് ശുശ്രൂഷകന്മാരുമായോ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി നടന്നു വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട്. ചരിത്രം തെളിയിക്കുക. പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം ലഭിച്ചിരിക്കുന്ന ഈ വാർത്ത കൊണ്ടല്ലോ, സത്വർത്തമാനം. ഈ വാർത്ത, ഈ ഗുഡ് ന്യൂസ്, ഇതിന്റെ കാര്യം ഒന്ന് ഓർഡറിൽ അറിയിക്കാൻ പോകുക. നിനക്ക് ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത്. അപ്പൊ എഴുത്തിന്റെ ശൈലി കണ്ടോ? ക്രമമായിട്ടാണ് എഴുതിയത്. എന്റെ ഭാഷ പറഞ്ഞ വലിച്ചു വാരിയൊന്നും അല്ല എഴുതിയത്. ക്രമമായി എഴുതുന്നത് നന്നെന്ന്. അത് നന്നെന്ന് ആദ്യം മുതൽ സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. അപ്പൊ ഇത് വളരെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയായിട്ട് സൂക്ഷ്മമായി പഠിച്ചു. ആദ്യം മുതൽ പഠിച്ചു. അത് നന്നായിട്ട് പഠിച്ചു. ചരിത്രങ്ങൾ മൊത്തം പഠിച്ചു. എന്നിട്ട് അത് ക്രമമായിട്ട് എഴുതുക. ആദ്യം മുതൽ സകല സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് വളരെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ ചരിത്രങ്ങൾ പഠിച്ച് അത് ക്രമമായി ആദ്യം മുതൽ പഠിച്ച് നന്നായിട്ട് എഴുതിയ പുസ്തകമാ ലൂക്കോസിന്റെ സുവിശേഷം. വിവരമുള്ള ആരും കയറി ഉടക്കുകയില്ല. വിവരദോഷികൾ പിന്നെ കയറി തർക്കിക്കാനും വാദിക്കാനും ഉടക്കാനും ഒക്കെ പോകുന്നുണ്ട്. അത് വിട്ട് കളഞ്ഞേക്കാം. അറിവുള്ള, വിവരമുള്ള, ചരിത്രം പഠിച്ചിരിക്കുന്ന, കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്ന ആരും കയറി ഒതക്കാനും വരാത്ത വിധത്തിലാണ് ലൂക്കോസ് എഴുതിയത്. അതിനൊരു തെളിവ് നമുക്ക് അറിയാം. നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവിക്ക് അനന്തരം
പേർവഴി ചാർത്തുക. ആ പേർവഴി ചാർത്തുന്ന സമയത്ത് അന്നത്തെ ഗവർണർ, നാട്ടുരാജാക്കന്മാർ, മഹാപുരോഹിതന്മാർ ആരൊക്കെയാണെന്ന് തെളിയിച്ചാ എഴുതിയേക്കുന്നത്. കാരണം ചരിത്രത്തിൽ അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതയാ. 3:1 വായിച്ചു സഹായിച്ചാട്ടെ കർത്തൃദാസനെ. 3:1. തിബെരിയോസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ സഹോദരനാകുന്ന ഫിലിപ്പോസ് ദേശങ്ങളിൽ അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം. അപ്പൊ കാലക്കണക്ക് തെളിയിച്ചു. അന്നത്തെ മഹാപുരോഹിതന്മാരിന്നതാണ്, നാട്ടുരാജാക്കന്മാരിന്നതാണ്, ഗവർണറിന്നതാണ്, നാടുവാഴിക്കുന്നതാണ്, പുരോഹിതന്. ഇതെല്ലാം ചരിത്രത്തിൽ തെളിവുള്ളതാണ്. എന്നിട്ടാണ് ക്രിസ്തുവേശുവിന്റെ പേർവഴി ചാർത്തുന്ന വിഷയം ലൂക്കോസ് തെളിയിച്ചത്. അപ്പോൾ ഓർഡറിലായി ഇത് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, മനുഷ്യപുത്രൻ എന്നുള്ള നിലകളിൽ നന്നായിട്ട് ലൂക്കോസ് തെളിയിച്ചു. ഒരു കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറയാ, അവിടുന്ന് മനുഷ്യപുത്രനുമാ, അവിടുന്ന് ദൈവപുത്രനുമാ. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ അവിടുന്ന് പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവമാണ്. നിങ്ങൾക്കറിയാം, അതിന് മനസ്സിലാകുന്ന ഭാഷ, ദൈവമക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ മനുഷ്യൻ, അതുകൊണ്ടാ വിശന്നത്. പൂർണ്ണ ദൈവമാ, അതുകൊണ്ടാ 5 അപ്പത്തെ വാഴ്ത്തി 5000 പേർക്ക് കൊടുത്തത്. അവിടുന്ന് പൂർണ്ണ മനുഷ്യനും 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി, 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി, 5000 സംതൃപ്തി ഏകിയൊരു 5000 സംതൃപ്തി ഏകിയൊരു യേശുനായക വാഴ ജീവനായക നിരന്തരം, യേശുനായക വാഴ്ക ജീവനായക നിരന്തരം. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ മായാവിമോകമല്ല വീയാർന്നു മണ്ടിടുമേ, മായാവിമോകമല്ല വീയാർന്നു മണ്ടിടുമേ. യേശുനായക വാഴ്ക ജീവനായക നിരന്തരം, യേശുനായക വാഴ്ക ജീവനായക നിരന്തരം. അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാണ്. പൂർണ്ണ മനുഷ്യൻ, അതുകൊണ്ടാ വിശന്നത്. അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാ, അതുകൊണ്ട് 5 അപ്പം എടുത്ത് തൃക്കരത്തിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി കൊടുത്തു. വിളമ്പി ഊപ്പാടും വന്ന് കഴിച്ചും ഊപ്പാട് വന്നെന്നാ എൻ്റെ ചിന്ത. സ്തോത്രം. ബാക്കി കൊട്ടക്കകത്ത് കൊണ്ടുപോകും. അവിടുന്ന് പൂർണ്ണ ദൈവമാണ്, ദൈവത്തിന് മകത്വം. ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ദൈവത്തിന് മഹത്വം, ജഡാവതാരം ദൈവത്തിന് മഹത്വം. ആട്ടെ, നമ്മള് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ആ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള 13 വരെയുള്ള തിരുവെടുത്തുകൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ, യേശു ക്രിസ്തുവിന്റെ തിരുജനനത്താൽ, യേശുവിന്റെ സ്തോത്രം ഭൂമിയിലേക്കുള്ള അവതാരത്താൽ മനുഷ്യവർഗത്തിന് ലഭിച്ച നേട്ടങ്ങളെല്ലാം ചുരുങ്ങിയ വാചകത്തിൽ ആ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നമ്മൾ 2-ന്റെ 10 വായിച്ചത്. ഒന്നുകൂടെ വായിച്ചോ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ദൂതൻ അവനോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ, 10 മുതൽ താഴോട്ട് വായിച്ചു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
നിന്നെ ഞാൻ വിളിച്ചത് ഇവിടെ ഒരു മുട്ടുസൂചി കിടക്കുന്നത് എടുക്കാനാ പറഞ്ഞു. അവനോടത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിന്നെ പ്രാർത്ഥിച്ചേക്കാം. ദൈവമേ പൈതലിനെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ. അപ്പോൾ മുട്ടുസൂചി എൻ്റെ കാലേ കൊണ്ട് അത് എടുക്കാനാ പറഞ്ഞു. എനിക്ക് കുനിയാൻ വയ്യ, അതുകൊണ്ടാണ്. എടുത്തോ. ചെറുതായിട്ടൊന്ന് ഉടക്കി. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി 10 മിക്കവാറും ഇന്ന് 10 വായിച്ചു തന്നെ രീതി കാണാ തോന്നുന്നത്. വായിച്ചു 10. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് രാത്രിയിലെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം ഇതാ: ഭയപ്പെടേണ്ട. ഈ വേദപുസ്തകം നിങ്ങളുടെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ കാണുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉടനീളം കിടക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങളിൽ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. പണ്ട് ഞാന് നമ്മുടെ IPC പുതുപ്പള്ളി സെന്ററിലെ കാവാലി IPCയില് ഒരിക്കൽ പ്രസംഗിക്കാൻ ചെന്നപ്പം ഈ പൊട്ടത്തരമൊക്കെ അന്നും പറയും, ഇപ്പോഴും പറയും. അപ്പൊ അന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ടെന്നുണ്ടെന്ന്. അപ്പൊ നമ്മുടെ സഭയിലൊരു അമ്മയുണ്ടായിരുന്നു, കോട്ടപ്പുറത്തെ കൊച്ചമ്മ പറഞ്ഞ് 365 അല്ല 369 ഉണ്ട്, തെളിവല്ല എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുസ്തകം വായിക്കാതെ കയറി ഇനിയും പ്രസംഗിക്കരുതെന്ന് തള്ള എന്നെ അന്നേരം ഒതുക്കി. എന്നിട്ട് തള്ള ചേർത്തൊരു വാക്ക് പറഞ്ഞു, ഞാൻ PKCയുടെ ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നതാണ്, PK ചാക്കോച്ചാൻ്റെ പാമ്പാടി. അതുകൊണ്ട് പുസ്തകം വായിക്കാതെ വന്ന് പ്രസംഗിക്കരുതെന്ന്. പിന്നെ ഞാൻ പോകുമ്പോൾ കഴിവിൻ്റെ പരമാവധി വായിച്ച് തിട്ടവാക്കിയാ പോകുന്നത്. തള്ളയെ പോലുള്ള തള്ളമാര് കാണും. പിന്നെ അപ്പൊ എന്തായാലും കൊള്ളാം, ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറയാം, 365 അല്ല അതിൽ കൂടുതൽ പ്രാവശ്യം ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട് ഭയപ്പെടേണ്ട. അല്ല, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന പദശകലമാണ് ഭയപ്പെടേണ്ട. എന്താ ഇങ്ങനെ കൂടെ ഈ ഭയപ്പെടേണ്ട എന്ന് കൂടെ പറയാൻ കാരണം എന്താ? കാരണം മറ്റൊന്നുമില്ല, എല്ലാവർക്കും പേടിയാ. ഇവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാർക്കും ഭയമുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ, ഇല്ലയോ? അതെ, ഭയപ്പെടുന്നവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ സകല ആൾക്കാർക്കും ഭയമാണ്. ഒരിക്കലെ ഒരു യോഗത്തിന് ചെന്നപ്പോൾ ഒരു മാന്യനായ പ്രിയപ്പെട്ടവനെ പരിചയപ്പെട്ടു. ഏതാണ്ട് 6 അടി പൊക്കമുണ്ട്, പാൻറ്റുമൊക്കെ ഇട്ട് ഇൻ ചെയ്ത് നല്ല ജെന്റിൽമാന്, നല്ല ആഢ്യത്വമുണ്ട്. അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, പക്ഷേ എനിക്ക് മരണത്തെ ഒന്നും പേടിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് മരണത്തെ ഒന്നും പേടി. ഞാൻ കേട്ടുവെങ്കിൽ എനിക്ക് പേടിയുണ്ട്. സത്യം പറയുന്നത് എന്നാ? അദ്ദേഹം പറഞ്ഞു എനിക്ക് മരണത്തെ ഒന്നും പേടില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അച്ചായന് ഇനി യാതൊരുവിധ പേടിയില്ലല്ലോ? പുള്ളി അല്പം രസിക്കനാ. പുള്ളി പറഞ്ഞു, പക്ഷേ മരണത്തെ പേടിയില്ലെന്നുള്ളു, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ 6 അടി പൊക്കമുണ്ട്, ആരോഗ്യവാനാ, ദൃഢഗാത്രനാ, മരണത്തെ പോലും ഭയമില്ല, പക്ഷെ സ്വന്തം ഭാര്യയെ പേടിയാ. ഏത് വിഷയത്തിലാ എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ ചോദിച്ചില്ല, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ മരണത്തെ പോലും ഭയമില്ലാത്ത അച്ചായന് സ്വന്തം ഭാര്യയെ പേടി. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സഭയിലുണ്ട്. സഭയെ പാസ്റ്ററെ ചൂണ്ടുവരില്ല എന്ന് നിർത്തുന്നത്. വീട്ടിൽ ചെന്നാൽ ഇവനെ നമ്മുടെ ആളാ പിന്നെ നമ്മുടെ കൊട്ടാരക്കര സാറിൻ്റെ വീട്ടിൽ നമ്മൾ യോഗം നടത്തിയ അല്ലയോ? സാറല്ലയോ? അവിടെ ദൈവത്തിന് യോഗം കഴിഞ്ഞേ പോകാവുള്ളൂ, എന്നെ കണ്ടേച്ചേ പോകാവുള്ളൂ. നമ്മൾ വന്നത് ഗുണമായി. അപ്പൊ ശ്രദ്ധിക്കുക, മരണത്തെ പോലും ഭയമില്ല, പക്ഷെ അദ്ദേഹത്തിന് ആ മനുഷ്യൻ പറയുക ഭാര്യയെ പേടി. ഇനി മറുവശം, ഒരിക്കലൊരു വീട്ടിൽ പ്രാർത്ഥന ചെയ്യുന്നു, ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നു. ആ പിതാവും മാതാവും ധനാഢ്യര, ചുറ്റുപാടുകളെല്ലാം ഉണ്ട്, വിസ്തരിക്കുന്നില്ല. എന്നെ പ്രത്യേകമായിട്ട് കൊണ്ടുപോയി. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ വീട് ചുറ്റുപാട്, അന്നത്തെ കാലമാണ്, ഈ വലിയ വീട് ചുറ്റുപാട് എസ്റ്റേറ്റ്, റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്, ബാങ്കിൽ ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങളുടെ മൂത്ത മോന് സാങ്കുട്ടിയെ പേടിയാന്ന് പറഞ്ഞു. സാങ്കുട്ടിയെ പേടിയാ.
നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ ഒരു മാതാപിതാക്കൾ, ഒരു കുടുംബം, മാതാപിതാക്കൾ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ചു പ്രാപ്തനാക്കി കൊണ്ടുവന്ന സ്വപുത്രനെ പേടി. അപ്പോൾ ഒരു വ്യക്തിക്ക് മരണത്തെ പോലും ഭയമില്ല, ഭാര്യയെ പേടി. വേറെ രണ്ടു പേർക്ക് എല്ലാ സാവകാശങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്, പക്ഷേ മൂത്ത മകൻ സാൻകുട്ടിയെ പേടി. അലക്സാണ്ടറിനെ പറ്റി ആന്ന് ഒന്ന് പറയുന്നത് പുള്ളിക്ക് കണ്ടം പൂച്ചയെ പേടിയായിരുന്നെന്ന്. പുള്ളി ഉടനെ കട്ടിലടിയിൽ കയറും. പൂച്ചയെ പേടിയ. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 106 വയസ്സുണ്ട്. ഈയിടെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നു, മൂപ്പ അപ്പം കൊണ്ടുവന്നു, ഒരു കുഴപ്പമില്ല. അപ്പോ പുള്ളിക്കാരിക്ക് പാമ്പിനെയൊക്കെ പുള്ളി അടിച്ചു കൊല്ലും, വേറെ പേടിയൊന്നുമില്ല. പക്ഷെ തവളെ പേടിയ, തവളെ പേടിയ. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാണെന്ന്. ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗങ്ങളെ പേടി, ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഇടി വെട്ടുന്നത്, കൊള്ളിയാൻ മിന്നുന്നത്, ഭൂമി കുലയ്ക്കും, പിന്നെ സുനാമി ഉണ്ടല്ലോ, കത്രീന, റീത്ത, അതൊക്കെ മിക്കവർക്കും റീത്ത പേടിയാ. എല്ലാം പെണ്ണുങ്ങളുടെ പേരായിട്ടേക്കുന്നത്, അത് അറിഞ്ഞായിട്ടത്, കാരണം പേടിയാണല്ലോ. കത്രീന, റീത്ത, പിന്നെ വേറൊരു എന്തുവാ, അവരെ അറിയാമെങ്കിലും പറയുകയല്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഭയമാണ്. ചിലക്ക് സുനാമി, പ്രകൃതി ശക്തികള്, രോഗങ്ങൾ, ഇതെല്ലാം ഭയമാണ്. ചിലടത്ത് ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടിയാ. ദൈവത്തെ പേടിയില്ല. ഞങ്ങളുടെ ഭാഷ വരുന്നു, ദൈവം വന്ന് വെച്ചപ്പോഴും ഭാഷ വരുന്നത് ആ വിഷയം. ചിലക്ക് പാസ്റ്റർമാരെ പേടി, ചില പാസ്റ്റർമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടി. ആ സൈഡ് സീറ്റിൽ ഇങ്ങനെ ആരെ വീഴുണ്ടെന്ന് നോക്കിയിരിക്കുന്ന കണ്ടിട്ടില്ലേ, അവരെ പേടിയാ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ നിരവധി പ്രാവശ്യം പറഞ്ഞ് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, ഇന്ന് രാത്രി നിങ്ങളോടും എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അത് മരണമാകട്ടെ, രോഗമാകട്ടെ, ലോകമാകട്ടെ, പ്രകൃതി ശക്തികളാകട്ടെ, നിന്നെ അരട്ടുന്ന ഏത് വിഷയങ്ങളാകട്ടെ, ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോട് ഭാരത്തോടെ ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട് വചനത്തിൽ കൂടെ ദൂരെ പറയാ, നീ ഭയപ്പെടേണ്ട. നിന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, നീക്കുപോക്ക് തരുവാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഭയചകിതരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അങ്ങനെയുള്ള മാനുഷിക ഭയം വിട്ടുമാറി നീ ദൈവത്തെ ഭയപ്പെട്ട് ഇന്ന് രാത്രി ബലപ്പെട്ട് വിടുന്ന് മടങ്ങിപ്പോകുവാൻ ദൈവാത്മാവ് ദൈവത്തിന്റെ വചനത്തെ കൂടി സന്ദേശം അറിയിക്കുകയാണ്. ഇവിടുത്തെ പശ്ചാത്തല ഭാഗം പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാണ്. സ്തോത്രം. അവിടുന്ന് വചനം ജഡമായി തീർന്നു. അവിടെ ആ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ 2 പേരോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സെക്കറിയാവിനോട് പറഞ്ഞു പേടിക്കരുതെന്ന്, പിന്നെ മറിയോടും വന്ന് പറഞ്ഞ് പേടിക്കണ്ടെന്ന്. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ച 1:13. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കറിയാവേ ഭയപ്പെടേണ്ട, പേടിക്കണ്ട, 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 ഭയപ്പെടേണ്ട. പിന്നെ 30-ാം വാക്യം വായിച്ചോ, 30 വായിച്ചേ, 30. ദൂതൻ അവളോട് 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറയാ, മറിയാമേ ഭയപ്പെടേണ്ട, പിന്നെ മറിയേ ഭയപ്പെടേണ്ട, പിന്നെ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ സ്തോത്രം 2 ഭാഗത്ത് 13-ാമത്തെ വാക്യത്തിലും 30-ാമത്തെ വാക്യത്തിലും അവൻ സെക്കറിയാവിനോടും മറിയത്തോടും പറയുക ഭയപ്പെടേണ്ട. ഇവിടെ നമ്മൾ വായിച്ചത് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് പറയുക ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭയപ്പെട്ടു പോകരുത്. നിന്റെ ഭയത്തെ മാറ്റുവാൻ, നിരാശ മാറ്റുവാൻ, തകർച്ച മാറ്റുവാൻ, പാളിച്ച മാറ്റുവാൻ, കെടുതികൾ മാറ്റുവാൻ, കെടുമതികൾ മാറ്റുവാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പങ്കച്ചകറ്റവനായി, ചുട്ടുപടിപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള ഭാരമുള്ളവനായി, 7 നക്ഷത്രം മലങ്കിൽ പിടിച്ച് നിലവിളക്കേണ്ട നടുവിൽ നിലയങ്ങ് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. യേശുവിനെ ഏൽക്ക്, യേശുവിന് ഹൃദയം കൊടുക്ക്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്, യേശുവിനായി സമർപ്പിക്ക്. നിന്റെ സകല ഭയത്തെ മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവനാ യേശു.
അടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ മാറിടാത്തവൻ സത്യവാ മാറിടാത്തവൻ സത്യവാ നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ ഓ സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ സ്തോത്രഗാനം പാടിടുന്നു ഞാൻ നിസ്തുലനാമേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിക്കുന്നു നിസ്തുലനാമേശുവിനെ നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു നിസ്തുലനാമേശുവിനു നിർമ്മലനാം കർത്താവിനെ നന്ദിയോടെ കീർത്തിച്ചിടുന്നു സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ. ഇന്ന് രാത്രി നസറായൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. 2 3 പറഞ്ഞ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ഭയം മാറ്റുവാൻ, ഭീതി മാറ്റുവാൻ, ചിത്തഭ്രമം മാറ്റുവാൻ, നിന്റെ ആകുലത മാറ്റുവാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇതിന്റെ പശ്ചാത്തലമാകെ അറിയാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് മുമ്പ് സെക്കറിയാവിനും എലീശബത്തിനും ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു, കാര്യമൊക്കെ പറഞ്ഞു. എലീശബത്ത് ഗർഭവതിയായി. ദൈവത്തിന്റെ മഹത്വം. ദൂതൻ മറിയത്തിന്റെ അടുക്കൽ വന്നു. നസറേത്തിലെ മറിയത്തിന്റെ അടുക്കൽ വന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോ പറഞ്ഞു, പേടിക്കണ്ട, ഞാന് ദൈവസന നിൽക്കുന്ന ഗബ്രിയേല. പിന്നെ നിങ്ങൾക്കറിയാം മറിയത്തോട് പറഞ്ഞത്, നീ ഗർഭവതിയാകും, ഒരു കുഞ്ഞിനെ പ്രസവിക്കും. യോ, വന്ദനം കേട്ട മറിയ ഭ്രമിച്ച് എങ്കിലും മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി, മറിയും, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ ഒന്നിച്ച് സമ്മേളിച്ച് ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജ നിന്റെ ഉദരത്തിൽ ഉരുമാകും. അവന് യേശു എന്ന് പേരിടണം. അത് മത്തായിലും ചേർത്ത് പഠിക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. പറഞ്ഞിട്ട് ദൂതൻ അങ്ങ് പോയി. സൂക്ഷ്മം പറഞ്ഞതുപോലെ മറിയം ഗർഭവതിയായി. നമുക്കറിയാം പ്രസവകാലം തികഞ്ഞു. അങ്ങനെ പ്രസവകാലം തികഞ്ഞു എന്ന് പറഞ്ഞ കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. ഒന്നുകൂടെ പറഞ്ഞ കണക്ക് തെറ്റി ജനിച്ച ആളല്ല യേശു. നമ്മളെല്ലാം കണക്ക് തെറ്റി വന്നതാ. ആ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം. പിന്നെ ഒരു കണക്കിനായി ഇത്ര ഒപ്പിച്ച് ഇവിടെ അതെ മുഴുവൻ കണക്ക് തെറ്റി വന്നതാ. ആ ഇരിപ്പും നോട്ടം കാണുമ്പോൾ അറിയാം. പിന്നെ ഉച്ച കഴിഞ്ഞ മുതൽ ഒരുങ്ങി ഒരു പരുവത്തിൻ്റെ കണക്കിനാ വന്നിട്ട് മഴ ചാറിയപ്പോൾ ഒരു ചങ്കതയും ഒപ്പിച്ചു വെച്ചതെല്ലാം ഒലിച്ചു പോകുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു കണക്കിന് നമ്മൾ വഹിക്കുക. എന്നാൽ അവിടുന്ന് കൃത്യത്തിനായിരുന്നു അവിടുത്തെ തിരുപ്പിറവി. കാലസമ്പൂർണതയില്ല, കാലം തികഞ്ഞപ്പോഴാ. ദൈവത്തിന് മഹത്വം. കൃത്യത്തിന് കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. ഇവനെ ഇവൻ താനേ. ഇവൻ താനേ. ദൂതന്മാരനുദിനം കാണാൻ കാത്തിരുന്ന ദൈവത്തിൻ മെശിഹായും ഇവൻ താനേ. ദൂതന്മാരനുദിനം കാണാൻ കാത്തിരുന്ന ദൈവത്തിൻ
മിശിഹായും ഇവൻ താനേ ഇവനെ 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 ക്രിസ്തേശുരേ ഇവൻ താനേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പോൾ മറിയം ഗർഭവതിയായി പ്രസവകാലം തികഞ്ഞു. യേശുവിനെ പ്രസവിച്ചു. പുൽക്കൂട്ടിലല്ല, ഇടയൊന്നും ഇല്ലാഞ്ഞിട്ട് അവിടെ കൊണ്ട് കിടത്തുക. പുസ്തകം പഠിപ്പിക്കുന്ന അതങ്ങനെ തന്നെയാണ്. പ്രസവിച്ചത് എവിടാണെന്നും അതേത് സ്ഥലമാണെന്നൊക്കെ പുസ്തകത്തിൽ വാക്യമുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാകും. അപ്പൊ പിന്നെ രൂത്തിന്റെ പുസ്തകം എടുക്കണം, ഉൽപ്പത്തി പുസ്തകം എടുക്കണം, റാഗേലിന്റെ കല്ലറ എടുക്കണം. അങ്ങനെ എടുത്താൽ റൂട്ട് മാറിപ്പോകും. 9:30 നിൽക്കുകയല്ല. അപ്പം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 3-4 പേരിരിക്കും, ഇല്ലേ നമ്മുടെ ആളിരിക്കും. എന്നാലും പിന്നെ ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം. എന്തായാലും ഒരു കാര്യം പറയാ, പശുത്തൊഴുത്തിലല്ല യേശുവിനെ പ്രസവിച്ചത്. എങ്ങും വടിയമ്പലത്തിലും ഒന്നും സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. അങ്ങനെ ആ പ്രസവം നടന്നപ്പോൾ അന്ന് ആടുകളെ തീറ്റി വെളിമ്പ്രദേശത്ത് വിശ്രമിക്കുന്ന ഇടയന്മാരുടെ അടുക്കൽ സ്വർഗത്തിലെ ദൂതന്മാരെ ചെന്നു. ഒരു ഗാനാലാപോ ആ ദൂതന്മാരുടെ പാട്ടും ദൂതന്മാരുടെ പ്രത്യക്ഷതയും ഉറങ്ങിക്കിടന്ന കക്ഷികളെല്ലാം കൂടെ ചാടി എഴുന്നേൽക്കുകയും അപ്പോൾ ആ പാട്ടുമൊക്കെ കേട്ട്, പാട്ട് കേട്ടാരാ എഴുന്നേക്കാത്ത? നല്ല പാട്ടാണെങ്കിൽ ഞാൻ പാടിയാലൊന്നും ആരും ഉള്ളതോടെ കിടക്കുകയേ ഉള്ളു. മിക്കവാറും എഴുന്നേക്കാൻ സാധ്യത ഇല്ല. ഇന്നാളൊരു നല്ല പറഞ്ഞു, നിങ്ങൾ രണ്ടുകൂടെ കിടന്ന് കാറുന്ന എന്തിനാന്ന് പാടുന്ന നല്ല പറഞ്ഞ്. നിങ്ങൾ രണ്ടുകൂടെ കിടന്ന് കാറുന്ന, പക്ഷെ ഇവരൊക്കെ പാടുമ്പം അത് കേട്ടിരിക്കും. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു ഗാനാലാപവും ദൂതന്മാരുടെ ആ ഘോഷസ്വരവും എല്ലാം ആട്ടിടയന്മാർ ചാടി എഴുന്നേറ്റു. ദൈവത്തിന്റെ മഹത്വം. അവരെഴുന്നേറ്റ് അവരോട് ദൂതൻ പറയുന്ന ഭാഗമാണ് 8ാമത്തെ വാക്യം മുതൽ വായിച്ചോ. 8 മുതൽ വായിച്ചോ. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാരെ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് ഇലയിൽ പാർത്തിരുന്നു. പിന്നെ അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. പിന്നെ അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷ അക്ഷയകുമാരനു മർത്യനായി വന്നു. രക്ഷ അക്ഷയകുമാരനു മർത്യനായി വന്നു. അക്ഷയകുമാരനു മർത്യനായി വന്നു. പാടി വാഴ്ത്തി നിന്നു. അക്ഷയകുമാരനേശു മർത്യനായി വന്നു. അക്ഷയകുമാരനേശു മർത്യനായി വന്നു. എനിക്ക് വെളുക്കുവോളം ഒന്ന് പാടിയാക്കൊള്ളാന്നുണ്ട്. ഞാനങ്ങ് അടങ്ങുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് വന്നിരിക്കുക. എന്നിട്ട് ഇവരോട് പറയുക, പിന്നെ ഭയപ്പെടേണ്ട. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി കൂടപ്പെട്ടവരോട് പറയുക, ഭയപ്പെടേണ്ട. ഇവിടെ ചരിത്രമൊന്നും വിസ്തരിക്കുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ടാ. കർത്താവ് എനിക്ക് ഇങ്ങനെയൊക്കെ പാടി പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. എന്നാലും നിങ്ങൾ പറയാ, പിന്നെ പോയിന്റ് ഒത്തിരി ഉണ്ടായിട്ടല്ല, ഇടയ്ക്കിടെ ഈ പാട്ടിൻ്റെ വരി വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ്
എന്നാലും ഇത്രയും തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മകത്ത്. അപ്പോൾ 10ാമത്തെ വാക്യത്തിൽ പറയുക, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, ഭയപ്പെടാൻ. അതാണ് നമ്മുടെ പ്രധാന വിഷയം, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാ ഭയപ്പെടേണ്ട ഇവിടെ ദൂതന്മാര് വന്ന് പറയാൻ കാര്യം? 1-2 കാര്യം എടുത്ത ഭാഗത്ത് പറയണം. ഒന്ന്, ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാര്യം ഇരുട്ട് മാറി. അതുകൊണ്ടാ. കാരണം ഈ സംഭവം നടക്കുന്ന രാത്രിയിലാണ്. അങ്ങനെ 8ാം വാക്യം, രാത്രിയിൽ. സ്തോത്രം. ആ രാത്രിയിലെ സംഭവത്തിൽ ഒരു വലിയ വെളിച്ചം അവിടെ പ്രകാശിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നീ ഭയപ്പെടേണ്ട. കാരണം എന്നാന്നറിയാമോ? യേശുവിന്റെ തിരുപ്പിറവിയാൽ നിന്റെ ഇരുട്ട് മാറുക. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം ആമൻ മാറും. യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ ജീവിതത്തിന്റെ അന്ധകാരം മാറും. യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചാൽ ദേശത്തിന്റെ അന്ധകാരം മാറും. ദേശത്ത് യേശുവിനെ ഉയർത്തിയാൽ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സുവിശേഷത്തിന്റെ വിശേഷത എന്നാണെന്നറിയാമോ? അന്ധകാരത്തെ മാറ്റുന്നതാണ്. എത്ര കുടുംബങ്ങളുടെ അന്ധകാര നിബിഡമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച എത്ര കുടുംബങ്ങളുണ്ട്. ഇന്ന് രാത്രി ഇവിടെയും ചിലരുടെയും മൈക്ക് തന്നാൽ അവരും പറയും, ഞങ്ങൾ അന്ധകാരത്തിന്റെ പടുകുടിയിൽ കിടന്ന യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നതാ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്ധകാരം മാറിയത്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ യേശു നിന്റെ വീട്ടിൽ നായകനായി നിൽക്കണം. എത്ര ദേശത്തിന്റെ അന്ധകാരം മാറി. ആഫ്രിക്കയുടെ ചരിത്രം പഠിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം. എന്തിനാ ആഫ്രിക്ക വരെ പോകണ്ടല്ലോ? കേരളത്തിന്റെ ചരിത്രം വഴി നടക്കാനൊക്കെ ഇല്ലായിരുന്നില്ല. പട്ടിക്ക് വഴി കൂടെ പോകാൻ മനുഷ്യന് പോകാൻ മേല. വെള്ളത്തുണി ഉടുത്തോണ്ടൊന്നും പണ്ടിങ്ങനെ ഒന്നും പോകാനൊക്കത്തില്ല. ഇപ്പോഴത്തെ തുണി ഇപ്പം ഉണ്ടേലും ഉടുക്കുന്നുമില്ലല്ലോ. അതാ വേറൊരു വിഷയം. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് ഉടുക്കുക. അത്യാവശ്യമായിട്ട് പോട്ടെ, അപ്പൊ അതൊന്നും വേണ്ടെന്നാ പറയുന്നത്. പെണ്ണുങ്ങളാന്ന് പ്രാർത്ഥനയ്ക്ക് വന്നാൽ തലേ തുണി പോലും ഇടുകയില്ല. അങ്ങനെയുള്ള ശുശ്രൂഷ എന്ന് സിസ്റ്റർ പോട്ടെ, ഇവിടെ ഒന്നും പറയുന്നില്ല ഞാൻ. അപ്പൊ ഇത് കർക്കശമായി. ഇപ്പൊ പാട്ട് പാടുന്നവരും ചിലർ തലേ, ഇവര് പിന്നെ കുഴപ്പമില്ല, തലയിലൊന്നും തുണി ഇടുന്നേ ഇല്ല. വടകേഷി നിൽക്കും പോലെ ഒന്നങ്ങ് പാടുക. യേശു ആട്ടെ, ഇതിനൊക്കെ പ്രമാണമുണ്ടെന്ന്. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും. അങ്ങനെ തന്നെ ആ പുസ്തകത്തിലെ വാക്യം. സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ മൂടുപടം ഇടണം. അപ്പൊ ചോദിക്കുന്നത് പാടുമ്പോൾ ഇടണം. പറഞ്ഞു തരാം. ഈ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥിച്ചാ. ഇത് തീരുന്നത് വരെ, ആശീർവാദം പറയുന്നത് വരെ സ്വർഗത്തിലെ ദൂതന്മാര് കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുക, സ്വർഗം സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ ഉയർത്തപ്പെടുന്നത് യേശുവിനെയാ. ഇത് പ്രാർത്ഥിച്ച് ബഹുമാന്യ കർത്തദാസന പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ആശീർവാദം പറയുന്നത് വരെ. ഞാൻ പെന്തിക്കോസുകാരോടാ പറയുന്നത്, ഒരു ശുശ്രൂഷ പ്രാർത്ഥിച്ച്, അത് കല്യാണമാന്നേലും ചവോടക്കാന്നേലും വീട്ടു പ്രാർത്ഥനയാന്നേലും സഭായോഗമാന്നേലും കൺവെൻഷനാന്നേലും കാത്തിരിപ്പാന്നേലും പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ അവിടെ കൂടുന്ന പെന്തിക്കോസുകാരാകുന്ന സഹോദരിമാർ എങ്ങനാ തലേ തുണി ഇടണ്ടെന്ന് കാണിച്ചു തരാം. അതിനും കൂടെ ഈ ഷാള് കൊണ്ട് നടക്കുന്നേ. ചിലതിനെ ബോധമില്ല. ഇന്നാളെ ഒരാൾ ചോദിച്ചു, അച്ഛൻ എന്തിനാ ഷാൾ ഇടുന്നത്? ഞാൻ പറഞ്ഞേടാ, ഇടയ്ക്കിടയ്ക്ക് കണ്ടോണം, ഇതൊക്കെ കാണിച്ചുകൂടെ കൊടുക്കാനാ. ഇങ്ങനെ മനസ്സിലാകുന്ന നിനക്ക് ബോധമുണ്ടോ? ഇത് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ശുശ്രൂഷയാണ്. അത് കല്യാണത്തിന് വന്നാലും കൊള്ളാം, ശവോടക്കിനാന്നേലും കൊള്ളാം, വീട്ടു പ്രാർത്ഥനയ്ക്കാന്നേലും കൊള്ളാം. സഭായ അഭിഷിക്തദാസന്മാർ പ്രാർത്ഥിച്ച ഇത് ആരംഭിച്ചത്. ആശീർവാദം പറയുന്നത് വരെ ഇത് ആത്മിക ശുശ്രൂഷയാണ്. ഞാന് ഇന്നിപ്പോ അങ്ങ് അത്രയും പറഞ്ഞങ്ങ് വിടുക. വെറുതെ എന്തിനാ ലോസന്തിയെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാലത്ത് യോഗ്യമായ വസ്ത്രം ധരിച്ച് എല്ലാവർക്കും വഴി കൂടെ നടക്കാനൊക്കത്തില്ല. പട്ടിക്കും പന്നിക്കും വഴി കൂടെ നടക്കാൻ മനുഷ്യന് നടക്കാനൊക്കത്തില്ല. എന്നാൽ ഒരു കാര്യം പറയുക, അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്.
യോഗ്യമായി വസ്ത്രം ധരിക്കുവാനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാ. സ്കൂളിൽ കയറി പഠിക്കാൻ അവസരം ഒരുക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാ. അന്തസ്സായിട്ട് ജീവിക്കുവാൻ ഇടയാത്തത് സുവിശേഷം വന്നതുകൊണ്ടാ. അടിമക്കമ്പോളങ്ങൾ ഉണ്ടായിരുന്ന അടിമച്ചന്തകൾ, അടിമകളെ കൊണ്ട് വിൽക്കുന്ന കേരളത്തിൽ എത്ര സ്ഥലം അടിമച്ചന്ത. അമ്പലന്മാര് കൊണ്ടുവന്ന മക്കളെ കൊണ്ട് നിർത്തിയാൽ ചിലപ്പോൾ മക്കളെ ചിലര് കൊണ്ടുപോകും. അപ്പനും അമ്മയും നിസ്സഹരായിട്ട് എതിർക്കാനൊക്കെ തന്നെ പെടല് കണ്ടിക്കും. ചിലപ്പോ അമ്മയെ കൊണ്ടുപോകും, പിള്ളേരും അപ്പനും നോക്കി നിൽക്കുക, എതിർക്കാനൊക്കത്തില്ല. ചിലപ്പോൾ അപ്പനെ കൊണ്ടുപോകും, അമ്മയും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കുക. ഇപ്പൊ ഇത് രസകരമായിട്ടൊരു കഥ പോലെ നിങ്ങൾക്ക് കേൾക്കാം. 100-150 കൊല്ലം മുമ്പ് അനുഭവിച്ച അനേകരുണ്ട്. ആ മിഷനറിമാര് ഇന്ത്യയിൽ വന്ന് ഈ സുവിശേഷത്തിന്റെ വിത്ത് പാകി അവൻ ശക്തമായി സായിപ്പന്മാരെ, എല്ലാ സായിപ്പും അല്ല, കുണം പിടിക്കാത്ത സായിപ്പും ഇവിടെ വന്നായിരുന്നു. അവരുടെ കാര്യമല്ല പറഞ്ഞേ, ഇവിടെ മിഷനറിമാര് വന്നെന്ന് കേരളത്തെ അടിച്ചു മാറ്റാൻ വന്ന സായിപ്പും ഉണ്ട്. ഉള്ള ഏലക്കായും കുരുമുളകും എല്ലാം കൂടെ അവനെ ഓടി നിലമ്പൂടുന്ന തേക്ക്, നല്ല തേക്കല്ല, കടത്തി. പിന്നെ ഏതാണ്ട് സാധനമൊക്കെ കൊണ്ട് കേസ എല്ലാം ഒന്നും ലൈവ് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കേരളത്തെ നശിപ്പിക്കാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ വന്നവരുണ്ട്. ആ സായിപ്പിന്റെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. മിഷനറിമാർ ഇവിടെ വന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ കർത്താവിനെ അനുഭവിച്ച് രുചിച്ച് അവൻ അറിഞ്ഞ് അനേക പ്രിയപ്പെട്ടവരുടെ വന്നു. അവർ വന്ന് നന്നായിട്ട് പ്രവർത്തിച്ചു. അതിന്റെ മൂലകാരണം അവരാ. പിന്നെ അതിന്റെ ചുവട് പിടിച്ച് ധാരാളം ആൾക്കാർ വന്നു. അങ്ങനെ അടിമ കച്ചവടം ഇവിടെ നിർത്തലാക്കി. അതിന്റെ എല്ലാം മൂലകാരണം സുവിശേഷം വന്നതാ. അടിമകളെ കണ്ടിക്കുന്ന സ്ഥലമുണ്ട്. മല്ലപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, വെട്ടുകണ്ടം എന്നാ പേര്. വെട്ടുകണ്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളവരെ അവിടെ കൊണ്ടുവന്ന് കഴുത്ത് വെട്ടുക. ഇപ്പോഴും ആ സ്ഥലത്തിന് വെട്ടുകണ്ട വന്ന, പണ്ട് വെട്ടുക, ഇപ്പം വെട്ടാൻ ചെന്ന കൊച്ചുങ്ങൾ നിന്നെ ഏറ്റും. പഴയ വെട്ടുകണ്ട ഞാൻ പഴയ വെട്ടാന്ന് പറഞ്ഞു തന്ന. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നെന്നായി പറഞ്ഞത്. ആഭരണം ധരിക്കാൻ മേല, വടി കൊണ്ട് നടക്കാൻ മേല, സ്ത്രീകൾക്ക് മാറ് പറിക്കാനൊക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറാനൊക്കത്തില്ല. എന്തെല്ലാം അന്ധകാരമായിരുന്നു. ഒന്നിച്ചിരുന്ന് കഴിക്കാനൊക്കത്തില്ല, പന്തിക്കിരിക്കാനൊക്കത്തില്ല. സ്തോത്രം. മിറ്റത്തൊക്കെ കുടികുത്തി ഇല കോട്ടി വെച്ച ചിലർക്കൊക്കെ ചിലരെ കൊടുത്തോണ്ടിരുന്നത്. അതിന്റെ ഒരു ചെറിയ വാങ്ങല ഇപ്പോഴും ഒക്കെ. പക്ഷെ ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഈ അന്ധകാരം മാറുകതേ, ഇരുട്ട് മാറുക. ഇതൊക്കെ ഇരുട്ടാ. അതുകൊണ്ടല്ലയോ ഭ്രാന്താലയം എന്നൊക്കെ ചിലർ വിളിച്ചത്. അതുകൊണ്ടല്ലയോ ആശാൻ ദുരവസ്ഥ എന്ന പുസ്തകം എഴുതിയത്. ദുരവസ്ഥ അവസ്ഥ കണ്ടെഴുതിയതാ. മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ കാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. പണ്ട് ഒരു കവി ഉണ്ടായിരുന്നു, കേശവശാസ്ത്രി. പുള്ളി ഒരു പാട്ടെഴുതി. പാട്ടുപുസ്തകം എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ വല്യമ്മച്ച് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. പുസ്തകം എൻ്റെ കയ്യിലുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വല്ല വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ ചിലപ്പോൾ നോക്കാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഭേദഗതി വരുത്തിയാൽ ഞാൻ പാടുകയുള്ളൂ. അന്നത് മൊത്തം പാടിയ വിവാദമാണ്. അതുകൊണ്ട് മൊത്തം അതുപോലെ അങ്ങ് പാടത്തില്ല, ചെറിയ വ്യത്യാസം വരുത്തി ഞാനങ്ങ് പാടുക. കേശവശാസ്ത്രിയുടെ മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം, ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ. ഒരു ചെറിയ ഭേദഗതി വരുത്തിയേ പാടാനൊക്കെ ഉള്ളു. അന്നത്തെ കാലത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു വരിയ, എല്ലാ വരിയും പാടുന്നില്ല. നാളികേരം തെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ, മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. സാധുജനത്തിന്റെ വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുജനത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ.
പോലെയോ ും സമ്പത്തുമല്ല സത്തുമല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇരുളും മൂടിയ ഒരു കാലഘട്ടം, അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന് മാറ്റം വരുത്തുവാൻ അവൻ വഴിയൊരുക്കിയത് അന്നും ഇന്നും എന്നും വഴിയൊരുക്കുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അതുകൊണ്ടാ പറഞ്ഞ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ, രാജ്യങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം അത് സുവിശേഷം, സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുക്രിസ്തു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട അവിടെ പറയാൻ ആ കണ്ണികക്കകത്ത് രണ്ടാമത്തെ കാര്യം പേടിക്കണ്ട. കാരണം എന്നാണെന്നറിയാമോ? സാധനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ജീവിതത്തിൽ നിരാശ, ദുഃഖം, വേദന, മനപ്പീഡ അനുഭവിച്ച് വന്നവർ ചിലപ്പോൾ ഇതിനകത്ത് കാണാം. കേൾക്കുന്നവര് ചിലർ കണ്ടും മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചതിൽ ചിലർ പറയുന്നത് അടിച്ചു കഴിയുമ്പോൾ ഒരു പിമ്പിരി ഉണ്ടെന്ന്, വഴിക്കൊക്കെ വീതി ഉള്ളതായിട്ട് അങ്ങ് തോന്നുക. സ്തോത്രം. നമ്മുടെ വീടാണെന്ന് പറഞ്ഞപ്പോൾ തങ്കച്ചൻ്റെ വീട്ടിൽ ചെന്ന് കയറി. തങ്കച്ചൻ നല്ല താങ്ങും താങ്ങി. ആർക്ക് കഷ്ടം, ആർക്ക് കലകം, അവരെന്നെ അടിച്ചു. സ്തോത്രം. മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, ലഹരി പദാർത്ഥവും സന്തോഷം തരികയല്ല, മറ്റ് യാതൊരു ലോക ഇമ്പങ്ങളും നിനക്ക് സന്തോഷം, അതൊക്കെ തൽക്ഷണം തരുന്നതേ ഉള്ളു, ക്ഷണികതയാണ്. എടുത്തച്ഛൻ ഒരു വരി കൊടുത്തല്ലോ, ഭോഗങ്ങളോരോ ജനപ്രഭ ചഞ്ചലം. ഭോഗം സുഖമേ, അത് ക്ഷണപ്രഭയാ, മിന്നൽ പോലെ. മിന്നൽ ഒത്തിരി നേരം നിൽക്കുന്നില്ലല്ലോ, ഒന്ന് മിന്നി മറിയല്ലേ. അതുപോലെ ഭോഗം സുഖം. ഭോഗങ്ങളോരോ ജനപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ വക്കിനി സംതപ്ത ലോകസ്ഥാപു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം. മനുഷ്യ ജീവിതം ക്ഷണഭങ്കുരമാണ്, നിമിഷ നേരം. ചാഞ്ഞു പോകുന്ന നിഴല് പോല, പുരപ്പുറത്തെ പുല്ല് പോല, നിലത്തൊടിക്കുന്ന വെള്ളം പോല, ആവി പോല. ഇന്ന് രാത്രി ഒരു കാര്യം കേറി പറയാ, ആവി പോലുള്ള നിലത്തൊടിക്കുന്ന വെള്ളം പോലെ, ക്ഷണികമായ 4 വിരൽ നീളമായ പുരപ്പുറത്തെ പുല്ല് പോലെ, വയലിലെ പൂ പോലെയുള്ള ഈ ക്ഷണികമായ ജീവിതത്തിൽ മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തലോടുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. 4 വിരലെ മർത്യനായോ നിൽക്കുന്നോരല്ല മായ. 4 വിരലെ മർത്യനായോ നിൽക്കുന്നോരെല്ലാം മായ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. കഥ പോലെ ഏവനും മരിക്കും നിർണയം. ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഏവനും മരിക്കും നിർണയം. ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഇന്ന് രാത്രി മനുഷ്യ ജീവിതം ക്ഷണഭങ്കരമാ. ഇവിടുത്തെ സുഖങ്ങളെല്ലാം താൽക്കാലിക സുഖങ്ങളാ, തൽക്കാല ഭോഗമാ. അങ്ങനെ മദ്യമോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഒന്നും നിനക്ക് സന്തോഷം തരത്തില്ല. സന്തോഷം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. 1 ഇരുട്ട് മാറി, 2 സന്തോഷം, നിത്യസന്തോഷം. 3 ഭയപ്പെടേണ്ടെന്ന് ആ കണ്ണികക്കകത്ത് പറയാൻ കാര്യം 3 അവിടെ വായിക്കുന്നത് തേജസ് ഉണ്ടായി. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. തേജസ്. ഉൽപ്പത്തി 3-ാം അധ്യായം പഠിക്കുമ്പോൾ തേജസ് പോയതാ, അന്ന് പോയതാ. വിലക്കപ്പെട്ട കനി പറിച്ച് ഭുജിച്ച് കൊച്ചമ്മ അച്ചായനും കൊടുത്തു. നല്ലൊരു തള്ളയാ, കഴിച്ചേച്ചാന്തനും കൊടുത്തല്ലോ. അത് വലിയ കാര്യം. എന്നോടൊരുത്തം പറഞ്ഞു,
അനീഷെ തട്ടുകടയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുക എന്ന്. എന്നെ അന്ന് പിടികിട്ടി കാണും. ആയിക്കോട്ടെ. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനല്ല. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചെല്ല് പറയും, ഓ അയാൾ കുറേ പഴംപുരാണം പറയുമെന്ന്. പഴയ അമ്മമാരോട് ചോദിച്ചറിയാം. പണ്ട് അപ്പൻ ജോലിക്ക് പോയി താമസിച്ചോ അല്ലെ അല്പം താമസിച്ചങ്ങ് വരിക. പഴയ അമ്മമാർ കേട്ടിട്ടുണ്ട് ചില കാര്യം അറിയാം. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അമ്മ ഉറങ്ങുകയില്ല. മക്കൾ സന്ധ്യയ്ക്ക് പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് പഠിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ അങ്ങ് കിടത്തും. പരാധീനതയുള്ള കാലമാന്നേ പണ്ട് പരാധീനതയുള്ള കാലത്ത് അമ്മ ചോറ് വിളമ്പുമ്പം അങ്ങനെ ആണെന്നില്ല, അമ്മയാണെന്നില്ല വിളമ്പും ആദ്യമേ അപ്പന് വിളമ്പും. ഞങ്ങളുടെ അവിടെ ഇതിന് വസ്തി എന്നാണ് പറയുന്നത്. വസ്തി ഇവിടെ എന്താ വെച്ചാൽ പറയുന്നത്? എസ്തേറിൻ്റെ പുസ്തകത്തിലെ അല്ല. അയ്യോടി വസ്തിയെ വിളമ്പിയോ? പാത്രത്തിന് വസ്തി എന്നാ. ഇല്ലമ്മേ, ആയിക്കോട്ടെ. അപ്പം മസ്തിക്കകത്തായി വിളമ്പുന്നത്. അപ്പം പഴയ അമ്മമാർക്കറിയാം, പഴയ നല്ല വിളം പറയാവുന്ന അമ്മമാരുണ്ട്. ആദ്യം അപ്പൻ അങ്ങ് വിളമ്പ് ഒതുക്കും അല്ലേ? 4 വശം ഒന്ന് ഒതുക്കകത്ത് ആ കൂട്ടാൻ എടുത്ത് വെക്കുന്നത്. കുപ്പിക്കോപ്പയെന്നൊക്കെ ഞങ്ങളുടെ അവിടെ പറയും. ഇവിടെ എന്നാന്നറിയാൻ മേല. അങ്ങനെയാണോ? ഇതിപ്പോൾ കണ്ട് ഭാഷ ഞാൻ വിള കഴിച്ച ചേട്ടക്ക് അങ്ങേര് തോന്നുന്നു വിളമ്പ് അല്ല. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് തോന്നുക. ഏതായാലും ഇതിനകത്ത് വിളമ്പി ആ പാത്രത്തിലൊരു അമ്മക്ക് വെച്ചേച്ച്. ഇപ്പോഴല്ലേ ഫ്രിഡ്ജൊക്കെ, അന്ന് ഉറി അല്ലേ? ഉറി കണ്ടിട്ടില്ലേ മോളെ? കറി കണ്ടിട്ടുണ്ടോ? കറിയാലും കാണണം. കൊച്ചുങ്ങൾക്ക് അറിയാൻ മേല ഉറി എന്നാണ്. എന്താ രണ്ടുപേരോട് ഇന്ന് പറയുന്നേ? ഉറിയിലാ വെക്കുന്നത് അല്ലേ? അപ്പൻ മക്കളെല്ലാം കിടക്കും. അപ്പൻ രാത്രി വരുമ്പോ അമ്മ ഉറക്കളച്ചിരിക്കും. പഴയ അമ്മമാരങ്ങനെ. കറണ്ട് ഇല്ലെങ്കിൽ റാന്തൽ വിളക്കാന്ന തിരി താത്തി അമ്മ ഇങ്ങനെ ഇരിക്കും. കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാം അച്ചായം വരുന്നെന്ന്. സ്തോത്രം. അന്നേരം എഴുന്നേക്ക് വന്നുള്ളതാ. ഇന്ന് വിലക്ക് വിറ്റ് നിന്ന് കഥ ജനലടിച്ച് അവസാനം കുഴഞ്ഞ് വെല്ലെ അടിച്ചോണ്ട് നിന്ന് ആരെഴുന്നേക്കാനാ? അവൻ വിലക്ക് വിറ്റ് നടക്കുക പട്ടി നടക്കും പോലെ. പിന്നെ കുറെ നേരം സിറ്റൗട്ടിൽ അങ്ങ് ഇരുന്നിച്ച് പിന്നെ അവൻ്റെ മൊബൈലുള്ളത് കൊണ്ട് അവൻ ആശ്വസിക്കുക, കണ്ടും കേട്ടുമല്ല. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. ആ ഭാഗം വിട്ടേക്കാം. ഏതായാലും ഈ സ്ത്രീ ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ രണ്ടുപേരുടെയും കണ്ണ് തുറന്നു. അന്ന് തേജസ് നഷ്ടപ്പെട്ടു. തേജസ്. എന്നാൽ ഇടയ്ക്ക് കയറി പറയാ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദി പിതാവും മാലാവുമാകുന്ന ആദമിന്റെയും ഹൗവയുടെയും തേജസ് നഷ്ടപ്പെട്ടു. നഗ്നരം നിറഞ്ഞു. ആമൻ നാണിടം മറയ്ക്കാൻ അത്തിയല ആമൻ കൂട്ടിത്തുന്നി അരയാടയുണ്ടാക്കി മറഞ്ഞിരുന്നിട്ട് ഒക്കുന്നില്ലല്ലോ. എന്നാൽ ഒരു കാര്യം പറയാ, ഒന്നാമത്തെ ആദാമിന്റെ തേജസ് എന്നേക്കുമായി പോയപ്പോൾ ഒടുക്കത്തെ ആദാം ഇത് അവതരിച്ചിരിക്കുന്നു. ഒടുക്കത്തെ ആദാമിന്റെ അവൻ അവതാരത്താൽ അവൻ പറയുക, നിങ്ങൾക്ക് തേജസ് തിരികെ കിട്ടിയിരിക്കുകയാണ്. അത് പൂർണ്ണമായ തേജസ് കിട്ടുന്ന എപ്പോഴാണ് പറയുക? കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തുവരും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ് അതിന്റെ ശക്തിയോടെ നമുക്ക് തിരികെ കിട്ടും. അറിവുള്ള വാക്യമാണല്ലോ. പക്ഷേ ഒരുവൻ മരിച്ചവൻ അങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ തനികരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അത് നിന്റെ ശരീരം കൊടുക്കുന്ന സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനോ അവണ്ണം തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യവർഗത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. യേശുവിന്റെ കാൽവറി മരണത്താൽ, യേശുവിന്റെ തിരുജനനത്താൽ ആ തേജസ് നമുക്ക് വിശ്വസിക്കുന്നവർക്ക് കിട്ടും. അതിന്റെ പൂർണ്ണ തേജസ് ലഭിക്കുന്നത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അവൻ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരമുണ്ടാകും. അന്ന് പൂർണ്ണ തേജസ് കിട്ടും.
സാറ് കൊടുത്തിരിക്കുന്ന ഒരു വരി കൊണ്ട് ഭൂതിഗന്ധം നിറയുമീ, ഭൂതിഗന്ധം നിറയുമീ ദേഹം തകർന്നിടുമേ, ദേഹം തകർന്നിടുമേ. മംഗളം മംഗളമായി വാഴും നമ്മളെല്ലാരും, മംഗളം മംഗളം മംഗളം. നായകൻ അന്ന് ദത്തം ചെയ്യും, നായകൻ. മംഗളം മംഗളമായി വാഴും നമ്മളെല്ലാരും, മംഗളം 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 മംഗളം. സാധാരണ സംഗീത ശുശ്രൂഷയൊക്കെ പല ചെയ്യുമ്പോൾ മംഗളം പാടിയ ആശീർവാദമാ. എന്നിപ്പോൾ ഇച്ചിരി കഴിയട്ടെ, മംഗളം പാടി നിർത്തുക പതിവ്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, മംഗളമായി നമ്മൾ വാഴും. ഈ തേജസ്സില്ലാത്ത ഈ ശരീരം തുപ്പട മാറി ഒരു പുത്തൻ ശരീരം തേജസ്സോടെ കിട്ടും. നമ്മുടെ വിഷയത്തിലൂടെ അവസാനിപ്പിക്കുക. ഭയപ്പെടേണ്ട. അതിന് കാരണം ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഇരുട്ട് മാറി. രണ്ട്, നമുക്ക് സന്തോഷം ലഭിച്ചു. മൂന്ന്, നമുക്ക് തേജസ് ലഭിച്ചു. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആ കണ്ണിക്കകത്ത് നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. സ്തോത്രം, നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചു. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, നിനക്കൊരു രക്ഷകനുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ധനം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പണമൊന്നും നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കായബലം നിന്നെ രക്ഷിക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം അതൊന്നും നിന്നെ രക്ഷിക്കുകയല്ല. വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തേക്ക് കൈവെക്കുന്നില്ല. നാളെ വരുന്ന പുള്ളി അതെല്ലാം കൈവച്ചോളും. നമ്മളെന്തിനാ പണ്ടൊരാൾ പറഞ്ഞില്ല, വയ്യാത്ത പട്ടി കയ്യാല കയറുന്നത് എന്തിനാന്ന് ചോദിച്ച പോലെ ഞാനത് പറഞ്ഞ അവസാനം കുഴഞ്ഞു. പിന്നെ ഞാൻ മറുഭാഷ പറഞ്ഞു, അത് സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് കുഴയുന്നത്. അപ്പോൾ അത് പുള്ളി നാളെ വന്ന അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളും. എന്തായാലും കൊള്ളാം, പൊളിറ്റിക്കൽ ബലം നിനക്ക് രക്ഷ വരുത്തുകയില്ല, സാമുദായിക ബലം നിനക്ക് രക്ഷ വരുത്തുകയില്ല, കായബലോ നിന്നെ രക്ഷിക്കത്തില്ല. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. ഇത് സുപ്രസാദ കാലമാ, രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേ. സ്തോത്രം സ്തോത്രം. മനുജ നിന്റെ ധനമതു നിന്നെ ജാത മനുജ, നിന്റെ ധനമതു നിന്നെ ജാത മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം. തിരിയുമ്പോൾ അതിനല്ല ജനം പോട്ടി ചാരം, തിരിയുമ്പോൾ അതിനല്ല ജനം പോട്ടി ചാരം. ശലോമോനു മറിഞ്ഞു മൻ കഴിഞ്ഞില്ല താല, പരനെ വേഗം ശരണമാക്കി മരുവിടേണ്ട തരണിയിൽ, പരനെ വേഗം ശരണമാക്കി മരുവിടേണ്ട തരണിയിൽ. മനുജ നിന്റെ ധനമതു നിലയാൽ, മനുജ നിന്റെ ധനമതു നിലയാൽ, മനുജ. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ പണം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ ധനമൊന്നും നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കുടുംബസേട്ടത നിന്നെ രക്ഷിക്കുകയല്ല. ഞാൻ പകലോമറ്റത്ത് എന്ന് പറഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകുകയല്ല. ഞാൻ കുരിശുമൂട്ടിലെയാ, അതൊക്കെ മൂട്ടിൽ തന്നെ ഇരുന്നോ. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്, അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ. അപ്പച്ചനാ ഇത് സ്റ്റാർട്ടിങ് മുതൽ നല്ല കാര്യം അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, കപ്പിയാരുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, ബിഷപ്പ് ഞങ്ങളുടെ വകയപ്പെട്ടതാ, മെത്രാൻ ഞങ്ങളുടെ ആളാ, ഐറോനിയോസ് തിരുമേനി, നല്ല കാര്യം. തിരുമേനിയാന്നാലും കൊള്ള, ഉപദേശിയാന്നാലും കൊള്ള, പണ്ഡിതനാന്നേലും, ബാബറിനാന്നേലും, കുചേലനാന്നേലും, കുബേരനാന്നേലും, എളിയവനാന്നേലും, ധനവാനാന്നേലും സ്വർഗത്തിൽ പോകാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. അതേ ഓടിച്ചു നിർത്താൻ ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. അവിടെ 4 കാര്യമാണ് പറഞ്ഞത്. 1, ഇരുട്ട് മാറി. 2, നമുക്ക് സന്തോഷം ലഭിച്ചു. 3, അവൻ തേജസ് ലഭിച്ചിരിക്കുന്നു. 4, നമുക്ക് രക്ഷിതാവുണ്ട്. അപ്പൊ 1, ഭയപ്പെടേണ്ട. 2 കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. അതിനെ ഒക്കെ ഉള്ളു. സ്തോത്രം. ഭയപ്പെടേണ്ട. അത് വിഷയം അതാണെന്നില്ല. ഭയപ്പെടേണ്ട. അതിന് നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13 എന്ന് വായിച്ചു. പുറപ്പാട് 14:13. പുറപ്പാട് പുസ്തകം 14:13. താഴെ 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 ഇടത്ത് വശത്ത് താഴെ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. വിസ്തരിക്കാൻ നേരമില്ല. അവൻ മോശ ജനത്തോട് പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. എന്താ? ഇന്ന് ദൈവം നിങ്ങൾക്ക് രക്ഷ ചെയ്യാൻ പോകുക. പശ്ചാത്തലം അറിയാം. മിസ്രയീം വിട്ട ജനം ചോരത്തളി ആചരിച്ചു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യാത്ര ചെയ്ത് ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുക. ഇനി ചെങ്കടൽ കിടക്കണം. നോക്കിയപ്പോൾ ചെങ്കടല്, ഇരുവശവും പർവ്വതം, പുറകിൽ വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം സെലക്ട് ചെയ്ത 600 ഇരുമ്പ് രഥങ്ങളും പിന്നെ വേറെ രഥങ്ങളും തേരും കുതിരയും കുതിരപ്പടയുമായിട്ട് ഫറവോൻ വരിക. ഫറവോൻ വരുന്നത് എങ്ങനെ? ഞാൻ പിടിക്കുമെന്നും പറഞ്ഞ ഇവൻ പുറകെ വരുന്നത്. 15:9 വായിച്ചോ. 15:9. പുറപ്പാട് 15:9 വായിച്ചു. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. അപ്പൊ ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഇതൊക്കെ പറഞ്ഞാ പുള്ളി വരുന്നത് ആരാ? ഫറവോൻ. സ്തോത്രം. മാമകമെല്ലാം തുതി ആയവൻ താൻ യഹോവ. മാമകമെല്ലാം തുതി ആയവൻ താൻ യഹോവ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. അവരെ പാടും പരമനു പരിചോടുക. വരുമവനു സദതം പാടും പരമനു പരിചോടുക. ഓടുമണിയ സതിയോടു കൂടവേ കടലൂടെ തള്ളി തേജസോടെ പ്രബല കടലൂടെ തള്ളി തേജസോടെ പാടും പരമനു പരിചോടുക. അപ്പൊ ശത്രു പറയുക, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. അങ്ങനെ ശത്രു പിന്നാലെ വരുമ്പോൾ ദൈവം തമ്പുരാൻ മോശ മുഖാന്തരം പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി രക്ഷ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ ഞാൻ പറയാം. പിന്നാലെ വാഞ്ഞു വരുന്ന പാരമ്പര്യത്തിന്റെ ശക്തികളെ കണ്ട് നീ പേടിക്കരുത്. ഇന്ന് രാത്രി ഉറച്ചു നിൽക്ക്. ദൈവം നിനക്ക് രക്ഷ ചെയ്യും. നീ വിട്ടിട്ട് നിന്നെ വിടാതെ നിന്റെ പിന്നാലെ വാഞ്ഞു വരുന്ന ദുഷ്ടശക്തികൾ കാണാ. അതോർത്ത് നീ ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ചിലരൊക്കെ വന്ന് പറയും പാരമ്പര്യ ശക്തികളാണ്. പല പല ഡയലോഗ് ഉണ്ട്. ഇപ്പൊ പൊതുവെ കൂടെ പറയാൻ ഒക്കത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, നീ ശരിയായ വിധത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവബന്ധലാണെങ്കിൽ ഒരുത്തനും നിന്നെ തൊടുകയില്ല. യേശുവിന്റെ ഉള്ളം കയ്യില. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, മിസ്രയീം വിടണം. മിസ്രയീം വിടണം.
ഈ ചെങ്കടൽ തീരത്ത് വന്ന് നിന്നാലൊന്നും മിസ്രയീം വിടുകയല്ല. മിസ്രയീമിന്റെ അതിര. മിസ്രയീം വിടുന്ന എപ്പോഴാണെന്നറിയാമോ? ചെങ്കടലിൽ ഇറങ്ങി യാത്ര ചെയ്ത് മറുകര കയറി അങ്ങേക്കരെ ചെല്ലുമ്പോഴാണ് മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത്. അല്ലാതെ ഈ ചെങ്കട തീരത്ത് വന്നേച്ച് പാടുക മിസ്രയീം വീട്ടതിൽ അന്നേരം പറവോനും പെമ്പളയും പറയാം നമ്മുടെ അതിരെ നിന്നാ ചിന്നമ്മ പാടുന്നത്. മനസ്സിലാകുന്നില്ല. പറവോനും പെമ്പളയും പറയാം ഇവിടെ എന്നാ ഇത് വിട്ടേച്ച് പാടണ്ടേ, നമ്മുടെ അതിരെ തന്നെ നിന്നോണ്ടാ എവള് പാടുക മിസ്രയീം വീട്ടതിൽ ഇല്ല, ഒക്കുകയല്ല. എപ്പോഴാ വിടുന്നെന്ന് പറയാം? ചെങ്കടലിന്റെ അതിരുമെല്ലാം ഭേദിച്ച് ആ കടൽത്തീരമെല്ലാം വിട്ട് ചെങ്കടലിലോട്ട് ഇറങ്ങി. അത് സ്നാനമാ കേട്ടോ, സ്നാനമാ. കൊരിന്ത്യലേഖനം 10 വായിക്കുന്നുണ്ടല്ലോ, സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരല്ല മേഘത്തിൻ കീഴിലായിരുന്നു, അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും വരെ ആത്മീയ ആഹാരം ഭക്ഷിച്ചു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നല്ലോ, അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. അപ്പൊ ചെങ്കടൽ കടന്ന് മറുകര കയറുമ്പോൾ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാ, നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് മറുകര കയറുമ്പോൾ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത്. ഭയപ്പെടേണ്ട, നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന പാരമ്പര്യ ശക്തി കണ്ട് പേടിക്കേണ്ട, ദൈവം നിന്നെ രക്ഷിക്കും. ഓടിച്ചു പറയാം. 3 ഭയപ്പെടേണ്ട. 3 ശമൂവേലിന്റെ 2-ാം പുസ്തകം 9:7 അറിവുള്ള വാക്യമാ, വായിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9:7. പെട്ടെന്ന്. ദാവീദ് അവനോട്, ഞാൻ ദാവീദിന്റെ 9:7 ദാവീദ് അവനോട് ഭയപ്പെടേണ്ട. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9:7 അല്ലേ? ദാവീദ് അവനോട് അത് തന്നെ, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന യവനന്റെ നിലവല്ല ഞാൻ നിനക്ക് മടക്കി തരും, നീയോ നിത്യം എന്റെ മേശയെങ്കിൽ നിന്ന് ദാവീദ് അവനോട് പറയാ പേടിക്കണ്ടെന്ന്. ആരോടാ? വിസ്തരിക്കേണ്ട ഭാഗമാ മെഫീബോശത്തിനോട്. അതാരാ? അത് ശൗലിന്റെ കൊച്ചുമൻ എന്ന് പറഞ്ഞാൽ യോനാഥാന്റെ മകൻ. അവൻ എങ്ങനെ? അവൻ 2 കാലം മുടന്ന് കിടക്കുക. ഇവൻ എവിടെ ആയിരുന്നു? ഇവൻ ലോദേബാരിലായിരുന്നു. അതിന് ഇവൻ ലോദേബാർ എന്ന് പറഞ്ഞാൽ വരണ്ട സ്ഥലം. ഇവൻ എങ്ങനെയാ ലോദേബാരി പോയത്? അവൻ ലോദേബാരി പോയത് ദാവീദ് സിയോൻ കോട്ട പിടിക്കാമെന്ന് കുരുടന്മാരും മുടന്തന്മാരും പറഞ്ഞു, ഞങ്ങൾ മതി ഇവനെ തട്ടാൻ. അപ്പം ദാവീദ് പറഞ്ഞു, അങ്ങനെ ആദ്യം കുരുടനെ മുടന്തനെ അടിച്ച് തൂക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നച്ച അങ്ങനെ പേടിച്ചു പോയതാന്ന് പറഞ്ഞു. 2 കാലം മുടന്തിയവനാ. വരണ്ട സ്ഥലം ലോദേബാർ. അവന് കിടക്കുക. അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുടുംബം മുഴുവൻ കുളം തോണ്ടി. അവനോർത്താ എന്നാ ഇനി അങ്ങോട്ടെങ്കിലും പോകണ്ട, ഇവിടെങ്ങാനും കിടന്ന് ആയുസ് തീരാം എന്ന് ചിന്തിച്ചപ്പോൾ താണ്ട് അവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി കാണുകയില്ല, ഇരുത്തി കാണും. 2 കാലം മുടന്ത. ഇവനവിടെ ചെന്ന് ഇവനെ കൊണ്ടിരുത്തി നോക്കിയപ്പം ദാവീദ് രാജാവ് ഇരിക്കുന്നു. പിന്നെ യോബാബും അബീഷായും ഉണ്ടല്ലോ, ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, മിടുക്കന്മാരും ഒക്കെ ഇങ്ങനെ നിൽക്കുക. ഇവന്റെ ആകവാള് വെട്ടി. ഇവൻ ചിന്തിച്ച ചിന്ത ഞാനങ്ങ് പറയാം. ജോഡി അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുടുംബം മുഴുവൻ കുളം തോണ്ടി 2 കാലം മുടന്തി വരണ്ട സ്ഥലത്ത് കിടക്കാന്ന് വെച്ച് അവിടെയും കിടത്തുകയില്ല. ആണ്ട പൊക്കിക്കൊണ്ട് വന്നിരുത്തിരുന്ന് കൊല്ലാനാന്നോ അറക്കാനാന്നോ തിന്നാനാന്നോ കണ്ടിക്കാനാന്നോ വിൽക്കാനാന്നോ, എൻ്റെ ദൈവമേ ഓടാനും ഒക്കത്തില്ലല്ലോ എന്നോർത്ത് ഇവൻ ഭയപ്പെട്ട് ഭാരപ്പെട്ട് അകത്ത് ഭയം കയറിയപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. ദാവീദ് ബുദ്ധിമാനല്ലേ? ഇവന്റെ മോഹം കണ്ടപ്പം മനസ്സിലായി, ഇവൻ പേടിച്ചരണ്ടിരിക്കുക. ദാവീദ് ഭയങ്കര ബുദ്ധിമാനാ. ബുദ്ധിയുടെ വിശേഷതയില്ലയോ? ഗത്തിരി ആകീശനൊക്കെ ചെന്നപ്പം പറഞ്ഞു, അയ്യോടി സ്ത്രീകളെല്ലാം കൂടെ പാടിയ ദാവീദല്ലേ. ഉടനെ പുള്ളി പട്ട് കാണിച്ചു, തുപ്പൽ വെക്കുമല്ലോ പോയി. അപ്പം പുള്ളി ചേട്ടാ ഇവിടെ അരവട്ടന്മാരാ. അന്നേരം ഒരു മുഴുവട്ടനെ അരവട്ടം മാറാൻ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തുക. അന്നേരം മുഴുവട്ടിനെ അടിച്ച് വിടറാന്ന് പറഞ്ഞ് എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരുത്തം വന്ന് ദാവീദിൻ്റെ ഇവിടെ ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ ചിന്തയാ ഇങ്ങനെ. അതിന് ഞങ്ങളുടെ നാട്ടിൽ തത്തിക്കുന്നെന്നാണ് പറയുന്നത്. തത്തിച്ച പല ആൾക്കാർ ഇതിനകത്ത് കാണും പലരെയും. അപ്പം തത്തിച്ചോണ്ട് പോകുമ്പോഴും പുള്ളി ഇങ്ങനെ വട്ട കാണിച്ച് പോവുക. അങ്ങ് ബൗണ്ടറി ചെന്നിട്ട് ഒറ്റ തള്ളു തളിച്ച് പോടാന്ന് പറഞ്ഞ് അള്ളി അങ്ങോട്ട് ആയത്തിന് അങ്ങോട്ട് പോയപ്പോൾ പുള്ളി പാടുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതാ
ഒരു വട്ടുമില്ല, ബുദ്ധിയാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് ബുദ്ധിയുള്ളവനായതുകൊണ്ട് അവന്റെ ഇരിപ്പും നോട്ടവും കണ്ടപ്പോൾ മനസ്സിലായി ഇവന്റെ അകവാള് വെട്ടിയിരിക്കുക, അകത്ത് ഭയം നിറഞ്ഞ് മുഖത്ത് പ്രതിഫലിച്ചു. അങ്ങനെ പേടിച്ചിരണ്ടിരിക്കുന്ന മെഫീബോശത്തിനോട് പറയുക, ഭയപ്പെടേണ്ട, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നശിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല, നിന്റെ അപ്പന് നഷ്ടപ്പെട്ടതല്ല ഞാൻ നിനക്ക് തിരിച്ചു തരിക, നീയോ നിത്യം എന്റെ മേശയിങ്കിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളണം. ഭക്ഷിക്കണം. മുടിയംപുത്രനും അപ്പന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമെന്നും പറഞ്ഞാ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അപ്പന്റെ മട്ടങ്ങ് മാറി. ഒച്ചന് അങ്കിയെല്ലാം കൊടുത്ത്, ചെരുപ്പുമെല്ലാം കൊടുത്ത്, കയ്യില് മോതിരമൊക്കെ ഇടിപ്പിച്ച്, വേല് കഴിഞ്ഞോടെ നോക്കി നിൽക്കുന്ന ഓത്രം പറയടാന്ന് പറഞ്ഞു. കാളെ അറക്കാൻ സ്തോത്രം സന്തോഷിക്കണം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമത്തെ ദൈവാലയത്തിൽ ചെന്നതോർത്ത് എൻ്റെ ഉള്ളം ദൈവത്തിൽ ആനന്ദിക്കുന്ന ദൈവത്തിന് മകത്ത് സന്തോഷിച്ചു. അവനെയും കൊണ്ട് അകത്ത് കയറ്റി ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുക. അവൻ സ്തോത്രം നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ തരിക, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നിന്റെ പാപത്തിന്റെ മുടന്ത് മാറ്റി, നിന്റെ ശാപത്തിന്റെ മുടന്ത് മാറ്റി, നിന്റെ കെടുമതികൾ മാറ്റി. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് മുഴുവൻ നിനക്ക് തിരിച്ചു തരും. മുമ്പേ ഓർപ്പിച്ചല്ലോ, ഒന്നാമത്തെ ആളാം മുതൽ മനുഷ്യവർക്കത്തിന് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ അവകാശങ്ങളും അധികാരങ്ങളും ഒടുക്കത്തെ ആളാം മുതൽ നമുക്ക് തിരിച്ചു തരിക. നിന്റെ ജീവിതത്തിന്റെ മുടന്ത്, പാപത്തിന്റെ മുടന്ത്, ശാപത്തിന്റെ മുടന്ത് മാറ്റി വരണ്ട അനുഭവത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച് അവൻ സ്തോത്രം മഹാരാജാവിന്റെ കൂടെ അവിടുത്തെ തീന്മേശയിൽ അവിടുത്തെ പന്തിഭോജനത്തിൽ ഇരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുക. നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി സ്വർഗീയ സുഖവും സ്വർഗീയ അവൻ അനുഭവങ്ങൾ നമുക്ക് തന്നിരിക്കുക. അത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഭയപ്പെടേണ്ട. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. 15-ാം വാക്യം, ഉൽപ്പത്തി 15:1. 1, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുള്ള മഹാസന്തോഷം. 2, ഭയപ്പെടേണ്ട, പാരമ്പര്യ ശക്തികൾ ഓർത്ത്. 3, ഭയപ്പെടേണ്ട, നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരിക. 4, ഭയപ്പെടേണ്ട. വായിച്ചു ഉൽപ്പത്തി 15:1. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവും. ഇതൊക്കെ നിന്ന് വിസ്തരിക്കേണ്ട ഭാഗമാ. ആ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്തുക. അബ്രഹാമിനോട് ദൈവം പറയാ, ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്റെ പരിചയ. നമ്മുടെ പരിചയ ദൈവമാണ്. അവിടുത്തെ പശ്ചാത്തലമുണ്ട്. ജാതീയ രാജാക്കന്മാരുടെ ആയിട്ടുള്ള യുദ്ധമാ 14-ാം അധ്യായം. അവർ മരിച്ചിട്ടില്ല, പരാജയം വന്നതേ ഉള്ളൂ. അബ്രഹാമിന്റെ ചിന്ത, പരാജയം വന്നവർക്ക് വൈരാഗ്യം കൊടുത്തിട്ട് വീണ്ടും സൈന്യത്തെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ ഒരുപക്ഷെ പിടിച്ചു കെട്ടാനോ തകർത്ത് കളയാനോ സാധ്യതയുണ്ട്. അങ്ങനെ ജാതികൾ വന്ന് എന്നെ പിടിച്ചു കെട്ടിയാൽ ഞാൻ എന്തോ ചെയ്യും എന്നോർത്ത് ഭയപ്പെട്ടപ്പോൾ ദൈവം തമ്പുരാൻ ഉള്ളമറിയുന്നവൻ പറയുക, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാനാ നിന്റെ പരിച എന്ന് പറഞ്ഞാൽ ജാതീയ ശക്തികളെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്, ദൈവം നമ്മുടെ പരിചയാണ്. ഒരിക്കൽ ദാവീദ് പടക്കളത്തിൽ ചെന്നപ്പോൾ ഗോലിയാത്ത് 6 മുഴ ഒരു ചാൺ നിരപ്പത്ത് നിൽക്കുന്നു. അവന്റെ മുമ്പിൽ ഒരുത്തനൊരു പരിചയം പിടിച്ചോണ്ട് നിൽക്കുന്നു. അവന്റെ പരിചയക്കാരനെ കണ്ട് ദാവീദ് അല്പം ഒന്ന് ഞെട്ടിയെങ്കിലും ദാവീദിന്റെ പ്രത്യേകത ആത്മക്കണ്ണ് കളഞ്ഞവനാ. ഗോലിയാത്തിന്റെ മുമ്പിൽ ഒരു വലിയ പരിചയം പിടിച്ചുകൊണ്ട് ഒരുത്തൻ നിൽക്കുന്നു. അത് കണ്ട് ഞെട്ടിയെങ്കിൽ പുള്ളിയുടെ കയ്യിൽ പരിചയമില്ല. പുള്ളിയുടെ കയ്യിലുള്ള ഒരു കവണയും പിന്നെ ഒരു വടിയും പിന്നെ ഒരു സഞ്ചിയും, അതിനകത്ത് 5 കല്ലുമേ ഉള്ളൂ. പരിചയമൊന്നും പുള്ളിയുടെ കയ്യിൽ പിടിക്കാനും ഒക്കുന്നില്ല. മറ്റവന്റെ മുമ്പിൽ വലിയ പരിചയം പിടിച്ചു. പക്ഷേ ദാവീദ് ആത്മക്കണ്ണ് തെളിഞ്ഞു. ആത്മക്കണ്ണ് തെളിഞ്ഞു വെച്ച് ദാവീദ് 3-ാം സങ്കീർത്തനത്തിന്റെ 3 പറയാ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാ. ഇന്ന് രാത്രി നിനക്ക് ചുറ്റും ദൈവത്തിന്റെ പരിചയ. ഭയപ്പെട്ടു പോകരുത്, ഭയപ്പെടരുത്. ജാതീയ പോരാട്ടങ്ങൾ കണ്ട്, ജാതീയ ശക്തികളെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ഇന്ന് രാത്രി നീ ഭയപ്പെട്ടു പോകരുത്, ധൈര്യപ്പെടണം. നമ്മുടെ പോരിന്റെ ആയുധം ജനീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ്. അന്ധകാരത്തിന്റെ ശക്തികൾ കണ്ട് പേടിക്കരുത്. ആഭിചാരോ ക്ഷുദ്രോ മന്ത്രവാദോ മറ്റേ ആമണ്ടല്ലോ ഇടിപടികൾ, ഇതൊന്നും കണ്ടും കേട്ടും ദൈവമക്കൾ പേടിക്കരുത്. ഞാൻ സന്തോഷത്തോടും ധൈര്യത്തോടും ഉറപ്പോടും പറയാ, ആഭിചാരോ ക്ഷുദ്രോ മന്ത്രവാദമുള്ള വീടുകളൊക്കെ കാണും, ദേശം കാണും. പക്ഷെ ഒരു കാര്യം പറയാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച ദൈവമക്കൾ അങ്ങനെയുള്ള വീടുകളിലോ സ്ഥലങ്ങളിലോ ചെന്ന് മുഴങ്കാലുകൾ മടക്കി, എൻ്റെ ഭാഷയാ, തമ്പേറുമൊക്കെ അടിച്ച് ഒരു പാട്ടുമൊക്കെ പാടി
മറുഭാഷ പറഞ്ഞ് ആരാധിച്ച് ആത്മാവിൽ ബലപ്പെടുമ്പോൾ സകല കെട്ടും പൊട്ടും വന്ന് നമ്മുടെ പോരിന്റെ ആയുധം ശരീരമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഇന്ന് രാത്രി അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന വിചാരങ്ങളെ പിടിച്ചടക്കും. ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. യേശു രക്ഷകൻ, നിന്റെ ഭയം മാറ്റുവാൻ കഴിവുള്ളവൻ, മരണഭീതി മാറ്റുവാൻ കഴിവുള്ളവൻ, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഭയപ്പെട്ടു പോകരുത്. അവൻ സ്വന്തം അവൻ ഇരുട്ട് മാറ്റി, അവൻ നിരാശകൾ മാറ്റി ദൈവം നിന്നെ വിടുവിക്കും. 2, പ്രൈസ് ദി ലോർഡ്, അവൻ പാരമ്പര്യ ശക്തികളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. 3, അവൻ നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് നിനക്ക് തിരിച്ചു തരും. 4, ജാതിക പോരാട്ടത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. എല്ലാവരും അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഭയപ്പെട്ടു പോകരുത്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ച് പാടാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാം എന്ന് ഞാൻ പറയത്തില്ല, ഇരുന്നാൽ മതി. കാരണം നടന്നങ്ങ് പോകും. അപ്പം ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. കാരണം ഞങ്ങൾ പണ്ട് പുല്ലാട്ടൊരു യോഗം നടത്തിയപ്പം ഒരപ്പച്ചൻ എല്ലാവരും പാടുക. അപ്പം സ്റ്റേജിൽ നിന്നപ്പച്ചൻ പാട്ട് പാടി പാടി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് പുള്ളി ആത്മനടത്തപ്പിൽ അങ്ങോട്ട് പുള്ളി അതിലെ പാടി കൈയടിച്ച് കഴിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് എന്ന് ചമ്പക്കര വണ്ടി വന്നപ്പോൾ അപ്പം ഞാൻ കൈയടിച്ച് വണ്ടിയെ കയറി പോയി. അപ്പം അത് വേണ്ട, അത് ഞാൻ കണ്ടേച്ചിരിക്കുന്ന ആൾ. അതുകൊണ്ട് ഇരുന്നോട്ട് പാടിയാൽ മതി. അഥവാ അത്യാവശ്യമുള്ളൊരു പൊക്കോ അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാ പോകുന്നെന്ന്. അപ്പോൾ ഒരു പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിക്കാം. ജയത്തിൻ കോശം ഉല്ലാസകോശം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം മഹത്വരാജനാം സേനയിൻ വീരനായി അഭയം പാതാളമേ മരണമേ നിന്നോട് ജയമേ ഭക്തർക്ക് സംഹാരകൻ കടന്നു. ഓ ജയത്തിൽ കോശ ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കുന്നു. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കുന്നു. നദിനിന്മേൽ കാവിലൂകില്ല അഗ്നിയാതിൽ കാലമെന്താ ആഴിമേൽ നടകൊണ്ടതാഗ്നി നിന്നെ ദഹിപ്പിക്കില്ല. കാലമെന്താ ആഴിമേൽ നടകൊണ്ടതാ ജയത്തിൻ ഘോഷ ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കുന്നു. ഓ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കുന്നു. പറഞ്ഞതില് ഒരു 5 മിനിറ്റ് മുമ്പോട്ട് പോയി. അത് പണ്ടൊരാൾ പറഞ്ഞ പോലെ ഒരിച്ചാൻ വിടവൊന്നും വിടവല്ല. അപ്പം അതുകൊണ്ട് അത് നഷ്ടവുമല്ല. ഇത്രയും സഹകരിച്ച ദൈവമക്കൾക്കും ആദരണീയ കർത്തദാസന്മാർക്കും ഈ ഭവനത്തിലുള്ളവർക്കും സെന്ററിന് ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസനും എല്ലാവർക്കും നന്ദി. ഓൺലൈനിലായിരുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. വിശ്വസ്തരായി ജീവിച്ച് ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ മറ്റ് ശക്തികൾ കണ്ട് ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ ആചരിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച മാന്യ സഭാ ശുശ്രൂഷകൻ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി ചൊല്ലി എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവത്തിൻ്റെ
കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാ ഇന്ന് വരെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സന്ദർഭത്തിൽ എളിയവനെയും കുടുംബത്തെയും കൂട്ടുവേലക്കാരെയും തിരുവല്ലായി ഒരു കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഏവരോടും വിനീതമായിട്ട് അപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ